അതായത് ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരാണ്, അല്ല പുതുക്കിയവരാണ്. അപ്പോൾ ഉടമ്പടി ചെയ്യുമ്പോഴും പുതുക്കാൻ പോകുമ്പോഴും ഒക്കെ ദൈവം ഒരു പേഴ്സൺ ടു പേഴ്സൺ ആയിട്ടുള്ള ഒരു റിലേഷനാണ് വരണത്, അല്ലേ? അങ്ങനെ ഒരു റിലേഷൻ ലോകത്ത് ഒരിടത്തും സാധ്യമല്ലെന്നല്ല, ഇല്ല. ഇത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ഭാഗം ആയിട്ട് 2004 അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്കിതിനെക്കുറിച്ചൊരു വല്ലാത്ത ഒരു ഇതെങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് അറിയത്തില്ലായിരുന്നു. സത്യം പേടി കൊണ്ടാണ് അറിയാതെ വന്നത്. ഞാൻ വല്ല മെത്രാനച്ചായ വല്ലതാണെങ്കിൽ പണ്ട് ആദ്യകാലം തന്നെ ഇത് പ്രൊമോട്ടായി പോയനെ. ഞാൻ സഭയിലൊരു എളിയ ശുശ്രൂഷനായത് കാരണം അമ്മ എന്നെ വന്ന് കണ്ടതും സന്ദർശിച്ചതും സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയതും ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതും ഒക്കെ സഭയോട് പറയാനും പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കാനും എനിക്ക് പരിമിതികളുണ്ട്. കാര്യം എല്ലാവരും ഡൗട്ട് ചെയ്യും, എന്തുദ്ദേശത്തിൽ അവതരിപ്പിക്കുന്നു, ധനകേന്ദ്രത്തിന് ആളെ കൂട്ടാൻ വേണ്ടി അവതരിപ്പിക്കുന്നതാണോ, എന്തെങ്കിലും ഗിമിക്കാണോ? അപ്പോൾ ഒത്തിരിയേറെ മുമ്പിൽ ഒരു സംശയത്തിൻ്റെ പാത്രമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് എൻ്റെ എത്രയോ വർഷങ്ങൾ പോയി. 2004 ഡിസംബർ 7-ാം തീയതിക്ക് ശേഷം ഇത് ഈ മാതാവിൻ്റെ ഒരു രൂപം തന്നെ ഇവിടെ ഞാൻ വെച്ചിട്ട് അന്നത്തെ വികാരി ഇവിടെ വന്നത് പ്രതിഷ്ഠിക്കാൻ പോലും വന്നില്ല. ബിഷപ്പ് വന്ന് പിന്നെ വെഞ്ചരിച്ചു, അത് വേറെ വിഷയം. പക്ഷേ എന്നാലും അതിൻ്റെ സിറ്റുവേഷൻസ് പറയുക, അതിനുള്ള ധൈര്യം കിട്ടിയില്ല. അത് കൂടുതൽ ഇഷ്യൂസ് ഉണ്ടാക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതെ നടന്നു. ഞങ്ങളിവിടെ എപ്പോഴും ഞാൻ സാക്ഷ്യം പറയും. ഇവിടെ ജനങ്ങളുടെ അന്നത്തെ ഇവിടുത്തെ വലിയ ധ്യാനം മരിയൻ തപസ്സായിരുന്നു. മരിയൻ തപസ് 5 ദിവസത്തെ ധ്യാനമാണ്. 2004 ആരംഭിച്ചതാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഒക്ടോബറിൽ ആണ് ധ്യാനമുള്ളത്. അപ്പം അന്നത്തെ ധ്യാനത്തിൻ്റെ പേര് സ്റ്റെരിഗ്മ എന്നാണ്. സ്റ്റെരിഗ്മ എന്ന് പറയുന്നത് 2003 തുടങ്ങിയ ഒരു ധ്യാനമാണ്. സ്റ്റെരിഗ്മ എന്ന് പറയുന്നത് അപ്പോസ്തല സ്ഥിരീകരണ ധ്യാനമാണ്. ആ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി 10, 12 പേര് 20 പേർക്ക് ധ്യാനം കൊടുക്കത്തുള്ളൂ. അത് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർ അപ്പോസ്തല ശുശ്രൂഷ ചെയ്യണം. ഇന്നിപ്പോൾ നിങ്ങൾ ചെയ്യണില്ലേ? അതിനേക്കാൾ കഠിനമായ ശുശ്രൂഷ. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അപ്പോൾ ഈ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് ആൾക്കാർ നാട്ടിലൊക്കെ എല്ലാ വീടുകളിലും പോകുമായിരുന്നു. പോയിട്ട് യേശുവിനെക്കുറിച്ച് സംസാരിക്കുമായിരുന്നു. നിങ്ങൾ പത്രം കൊടുക്കും മാത്രമല്ല ചെയ്യുന്നുള്ളത്. പണ്ടങ്ങനെ അല്ലായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എല്ലാ വീടുകളിലും ജാതിയും മതവും നോക്കാതെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയിട്ടില്ല യേശുവിനെക്കുറിച്ച് അവർ സംസാരിക്കും.
അതൊരു ധൈര്യമാണ്. അത് സ്റ്റെരിഗ്മാധ്യാനമെന്ന് പറയും. ആ സ്റ്റെരിഗ്മാധ്യാനത്തിൻ്റെ അവസാനമാണ് അത് അമ്മ പ്രത്യക്ഷപ്പെടുന്നതും പിന്നീട് മരിയൻ ആ തപസ്സായി ധ്യാനം തുടങ്ങണത്. അത് 16 വരെ തുടങ്ങി. 2016 വരെ ഇവിടെ മരിയൻ തപസ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാർ ചോദിക്കുക, വെച്ചാൽ ആ പഴയ മരിയൻ തപസ് തുടങ്ങണില്ലേ? അപ്പോൾ എനിക്കൊരു മെസ്സേജ് ആയിട്ടില്ല. മെസ്സേജ് ആയി കഴിഞ്ഞാൽ തുടങ്ങും. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ശുശ്രൂഷകൾ എല്ലാ ദിവസവും ഇത്രയും ആളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് എവിടെയാണ് ഏത് ദിവസമാണ് മരിയൻ തപസ് ഇവിടെ തുടങ്ങാൻ പറ്റുക എന്ന് അറിയത്തില്ല. തുടങ്ങാനുള്ള സ്ഥലവും ഇല്ല. ഇപ്പം മുഴുവനും എല്ലാവരും ഉടമ്പടി ചെയ്യുന്നവരെ കൊണ്ട് നിറഞ്ഞില്ലേ. ഇനി പുതിയൊരു ധ്യാന കേന്ദ്രം നമുക്ക് തുടങ്ങുമ്പോൾ മാത്രമേ അവിടെ മരിയൻ തപസ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വിഷയം ഇപ്പം നിങ്ങൾ 90 ദിവസം കൊണ്ട് തന്നെ ആത്മാർത്ഥമായി ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സത്യസന്ധരായ സുവിശേഷ പ്രവർത്തകരും ദൈവത്തോട് ഐക്യമുള്ളവരായിട്ട് മാറും. ചിലർ മാത്രമേ ഇങ്ങനെ അവരുടെ വിഷയത്തിൽ ഓറിയൻറ്റ് ചെയ്ത് ആ വിഷയത്തിന് മൂവ്മെൻറ്റ്സ് ഉണ്ടായതിന് ശേഷം ഞങ്ങൾ ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ദൈവവുമായിട്ടൊരു തട്ടുമുട്ടി നടക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരും കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കൊള്ളും. അവരും പുതുക്കി കഴിയുമ്പോൾ അവർ ശരിയാവും. അവർക്ക് അറിയത്തില്ലല്ലോ. അവരിങ്ങനെ ഓരോരുത്തർ പറഞ്ഞതിന് ശേഷം കേട്ട് വന്ന് ഉടമ്പടിച്ചിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ച് ഉടമ്പടിയെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. കാര്യം വെച്ചാൽ ഇതൊരു പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ. നമുക്ക് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഈ 2000 വർഷം സഭ ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരു വ്യക്തിക്ക് ദൈവമെന്ന ഒരു വ്യക്തിയുമായിട്ട് പേഴ്സണലായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള, അതേസമയം തന്നെ ദൈവത്തോട് ഉടമ്പടി പ്രകാരം ജീവിക്കുകയല്ലേ. ഇന്ന് കവനൻ്റൽ ലൈഫല്ലേ. അത് നിങ്ങൾക്കറിയണമെങ്കിൽ സാക്ഷ്യത്തിൻ്റെ നിലവാരം കേൾക്കുമ്പോൾ അറിയാം. എല്ലാം ഹൈ പ്രൊഫൈലുള്ള ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരെത്ര കൃത്യമായിട്ടാണ് ഉടമ്പടി പ്ലേസ്മെൻറ്റ് നടത്തുന്നതെന്ന് മനസ്സിലാവും. ചിലർ മാത്രമേ ഒരു പ്രാർത്ഥനയായിട്ടൊക്കെ അത് മാറ്റുന്നുള്ളൂ. അവർക്ക് അറിയത്തില്ല. അവർ പുതുക്കി കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയും പ്രാർത്ഥനയും കൊണ്ട് മാത്രം ഇരുന്ന ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല, ഉടമ്പടി വിരിയത്തില്ലെന്നറിയാം. നിങ്ങളെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ടിരുന്ന ഉടമ്പടി വിരിയത്തില്ല. കാര്യം എന്താണ്? അത് ചെയ്യുന്ന പദ്ധതിയാണ്. ഇപ്പം ചെയ്യുന്ന പദ്ധതിക്ക് പക്ഷേ അതിനുള്ള ഇന്ധനം നമുക്കുണ്ടാവണം. അതാണ് ഞാൻ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞത്. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈശോ പറഞ്ഞു സ്പിരിച്വൽ ഓഡിറ്റിംഗ്. അപ്പോൾ അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. സോഷ്യൽ ഓഡിറ്റിംഗ് എനിക്കറിയാം. അപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത്, നിങ്ങളെ എനിക്കറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. അതാണ് നിങ്ങളെക്കുറിച്ച് കിട്ടിയ ഫസ്റ്റ് മെസ്സേജ്. അതാണ് ഞാൻ അകത്തേക്ക് പുറത്തേക്ക് പോയിട്ട് ആ മെസ്സേജ് എടുത്തത്. 5:42 ആ മെസ്സേജ് ഉള്ളത്. യോഹന്നാന്റെ സുവിശേഷം 5:42. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 5:42. യോഹന്നാൻ 5:42. എനിക്ക് നിങ്ങളെ അറിയാം. കേട്ടെ, എനിക്ക് നിങ്ങളെ അറിയാം. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളിൽ ദൈവസ്നേഹമില്ല. ബേസിക് ആയിട്ടുള്ള ദൈവ അസസ്മെൻ്റ് അതാണ്. ബേസിക് അസസ്മെൻറ്റ്. ഉടമ്പടിയിലേക്ക് നമ്മൾ വരുമ്പോഴും ഇനി എക്സോർവായി നിങ്ങൾ കേവലമായിട്ട് നിന്നാൽ പോലും ഈ ബേസിക് അസസ്മെൻറ്റിനെ അഡ്രസ്സ് ചെയ്യേണ്ടി വരും നമ്മൾ. ദിറ്റ് ഈസ് എ വെരി സീരിയസ് ഫാക്ട്, സീരിയസ് ചാലഞ്ച്. അതായത് ഈ ബേസിക് അസസ്മെൻറ്റിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണതാണ് സ്പിരിച്വൽ ലൈഫിലെ സീരിയസ് ചാലഞ്ച്. ബേസിക് അസസ്മെൻറ്റ് എന്താണ്? ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു അറിവുണ്ട്. എന്താണ്? ഐ നോ യു, യു ഹാവ് നോ ലവ് ഓഫ് ഗോഡ്. അത് അങ്ങനെ ഒരു അസസ്മെൻറ്റ് വന്നാൽ ഉടമ്പടി വർക്ക് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ ഒരു അസസ്മെൻറ്റ്, ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു വിലയിരുത്തൽ വന്നാൽ ഉടമ്പടി മൂവ് ചെയ്യും. പക്ഷേ ഈ കൊട്ടിഘോഷിക്കുന്ന സ്പീഡ് ഉണ്ടാകത്തില്ല. കൊട്ടിഘോഷിക്കുന്ന സ്പീഡ് ഉണ്ടാകത്തില്ല. വന്ദേ ഭാരതിനൊക്കെ ട്രെയിൻ വന്നപ്പോൾ ഭയങ്കര കൊട്ടിഘോഷിക്കില്ല. പക്ഷേ സ്പീഡ് നമ്മുടെ പാളത്തെ കൂടിയല്ലേ സാധനം ഓടുന്നത്, വേറെ പുതിയ പാളമൊന്നും ഇല്ലല്ലോ. അതുപോലെ നിങ്ങൾക്ക് ദൈവസ്നേഹം കുറഞ്ഞാൽ ഉടമ്പടിക്ക് സ്പീഡ് കുറയും. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്നിൽ ദൈവസ്നേഹം നിറയാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയിലുണ്ടായിരുന്ന അതേ ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഈ സ്പിരിച്വൽ അസസ്മെന്റിലെ ആദ്യത്തെ റെഫറൻസ് ദൈവസ്നേഹമാണ്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നു, നമ്മൾ ജോലിക്ക് വേണ്ടി ചെയ്യുന്ന ഉടമ്പടി അല്ലേ, അതുപോലെ തന്നെ നമ്മൾ രോഗസൗഖ്യത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്, ആധ്യാത്മിക വളർച്ചയ്ക്ക് വേണ്ടി ഉടമ്പടി ചെയ്യുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ എല്ലാത്തിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത് ഈ അസസ്മെൻറ്റാണ്. എല്ലാത്തിൻ്റെ ബേസിക് ഫസ്റ്റ് എന്താണ്? നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ഗ്രേഡ് ഉണ്ടാകണം. രണ്ടാമത് നമ്മുടെ കപ്പാസിറ്റി എന്താണെന്ന് ദൈവം ചോദിക്കും. രണ്ടാമത് വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? ഉടമ്പടി ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി എന്താ? നിങ്ങൾ എന്ത് കപ്പാസിറ്റി വെച്ചുകൊണ്ടാണ് എന്നോട് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്? വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? അതും ഒരു ചോദ്യമാണ്. അതറിയണമെങ്കിൽ മത്തായി ശ്ലീഹയുടെ സുവിശേഷം 9:28 വായിച്ചാൽ മനസ്സിലാവും. മത്തായി ശ്ലീഹ 9:28. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 9:28. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ സെക്കൻഡ് വിഷയം കണ്ടാവും. ആദ്യം ദൈവസ്നേഹമാണ് നമ്മൾ ചർച്ച ചെയ്തത്. പിന്നീട് വരണത് എനിക്ക് ഇപ്പോൾ അന്ധന്മാരെ യേശുവിൻ്റെ കൂടെ, ഇപ്പോൾ യേശു യഹൂദ പ്രമാണിയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നടന്ന സംഭവമാണ്. വഴി കണ്ട അന്ധന്മാരൊക്കെ യേശുവിൻ്റെ പുറകെ ഓടി വന്ന് അവർ വീട്ടിൽ കയറുന്ന അന്ധന്മാർ യേശുവിന് തടസ്സം നിന്നിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് ചോദിക്കുന്നത്, വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? നിങ്ങൾ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നത് ജോലി ലഭിക്കണം, ഇല്ലേ? അതാ സംഭവം. അപ്പം അന്ധന്മാർ അതുപോലെ പറയണം, എനിക്ക് കാഴ്ച ലഭിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ജോലി ലഭിക്കണം, വീട് ലഭിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞത് 24 വർഷമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലവുമില്ല. 24 വർഷമായിട്ട് അവർക്ക് വീടുമില്ല, സ്ഥലവുമില്ല. എൻ്റെ മക്കളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, 24 ദിവസത്തിനുള്ളിലേ ഇവർക്ക് ഉടമ്പടിയോടുകൂടി വീട് സ്ഥലം ലഭിക്കുന്നുണ്ട്. ഞെട്ടിപ്പോവും. ആറ്ററമ്പിലെ പാലായിലെ ആറ്ററമ്പിലെ പുറമ്പോക്കി താമസിക്കുന്ന ആളാണ്. 24 വർഷമാണ് അവർക്ക് വീടില്ലാത്തത്, ഒരു 1/4 നൂറ്റാണ്ട്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ 24 ദിവസത്തിനുള്ളിൽ അവർക്ക് സ്ഥലമായിട്ട് വെറും ഒരാഴ്ചക്കുള്ളിൽ വീടായി. അപ്പം ഇതൊക്കെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ഓർക്കും, അങ്ങനെ ഓരോരോ രീതികളിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിലാണ് മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി. നിങ്ങളുടെയൊക്കെ എപ്പോഴും ലോജിക്ക് റീസൺസ് വർക്ക് ചെയ്യണം മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസിയിലാണ്. ഇത് ഉടമ്പടി ബാധകമല്ല. മെറ്റീരിയൽ പോസിബിലിറ്റി ആൻഡ് പൊട്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അതായത് കിട്ടാനുള്ള സാധ്യതയുണ്ടോ മെറ്റീരിയലായിട്ട്, ഭൗതിക സാധ്യത ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ദൈവം കൂടി ഒന്ന് മുട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമെന്നുള്ള ഭൗതിക സാധ്യത ഇല്ല. കാര്യം എന്താ വേണ്ടത്? വീടും വേണം, സ്ഥലവും വേണം, വീടും വേണം. 24 ഭൗതിക സാധ്യത ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് നിസ്സാര കാര്യം. നിങ്ങൾക്ക് ജോലി ഉണ്ടല്ലോ, ജോലിയുള്ളവർക്ക് ലോൺ എടുക്കാൻ എന്ത് വേണമെങ്കിലും ലോൺ കിട്ടുമല്ലോ. വീടും കിട്ടും, കാറും കിട്ടും, എല്ലാം ജോലി കിട്ടും. അതുപോലെ അങ്ങനെ ചിന്തിക്കാൻ ഇവർക്ക് പറ്റത്തില്ല. 24 കൊല്ലം ചിന്തിച്ചില്ലേ അവർ? അതിലെ ചിന്തിക്കണ്ടേ? 24 കൊല്ലം അവർ ജീവിച്ച ആറ്ററമ്പിൽ പൊന്മാനെപ്പോലെ ജീവിക്കുക. അപ്പോൾ എന്തെങ്കിലും കഴിവോ സാധ്യതയോ ഭൗതികമായ സാഹചര്യമോ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടേണ്ടതായിരുന്നു. മാനുഷികമായ സാഹചര്യം ഇല്ലെന്ന് വ്യക്തമല്ലേ?
മാനുഷിക സാഹചര്യം ഇല്ലാത്ത മാനുഷിക സാഹചര്യം മീൻസ് സീറോ പോസിബിലിറ്റിയിലാണ് അവർ. ഒരു വ്യക്തി സീറോ പോസിബിലിറ്റിയിലാണെന്ന് വിചാരിച്ചോ, പക്ഷേ അയാൾ ഉടമ്പടി എടുക്കുമ്പോഴേ അവകാശിയായി മാറും. ഇപ്പം ഫോർ ക്രിസ്ത്യൻസ് ഞങ്ങൾ മാമോദിസ സ്വീകരിക്കുമ്പോൾ മാമോദിസ ഒരു കവനൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് കൂദാശയാണ്, സക്രമെൻറ്റ്. അപ്പം അതിൻ്റെ അകത്ത് പറയുന്നത് ഞങ്ങളെ ക്രൈസ്തവരും, അതായത് മാമോദിസ എന്ന കൂദാശ എന്താണൊരു വ്യക്തി, അവരെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുന്നു, മോക്ഷരാജ്യത്തിൻ്റെ അവകാശികൾ. ഈശോ നേടിയെടുത്ത നിത്യജീവനിൽ അവകാശം ലഭിക്കാൻ വേണ്ടിയാണ് ഈ മാമോദിസ സ്വീകരിക്കുന്നത്. അപ്പോൾ ആ കൂദാശയിലൂടെ ഒരു അവകാശമാണ് നമുക്ക് ലഭിക്കുന്നത്. ഉടമ്പടിയിലൂടെ ഒരു അവകാശമല്ല, എത്ര അവകാശങ്ങളാണ് ലഭിക്കുന്നത്. ഈ സ്ത്രീക്ക് വല്ല അവകാശമുണ്ട്? 24 കൊല്ലം ജീവിച്ചിട്ടും അവർക്കൊരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ ആ സ്ഥലം സ്വന്തം പേരിലാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അതാണ് അവരുടെ ഭൗതിക സാഹചര്യം. അതാണ് ദൈവവേദനേ, ഞാൻ നിന്നോട് സംസാരിക്കണത് ദൈവം നിന്നോട് സംസാരിക്കണതാണ്. എന്താ കാരണം? നിൻ്റെ സാഹചര്യം സീറോയാണെന്ന് വിചാരിച്ചോ? നീ വിചാരിക്കണമെന്ന് വെച്ചാൽ നീ എന്തുകൊണ്ടാണ് ഒരു റിലേ ചെയ്യാത്തതിൻ്റെ കാരണം നിനക്ക് രക്ഷപ്പെടാനുള്ള ഭൗതിക സാഹചര്യം നിൻ്റെ മുമ്പിൽ കാണാത്ത കൊണ്ടാണ്. എങ്ങനെ കടം മേടിക്കാനില്ലച്ചാ, ലോൺ എടുക്കാനില്ലച്ചാ എന്നൊക്കെ നിങ്ങൾ പറയും. പക്ഷേ ഇത് സീറോ സാഹചര്യമാണ്, സീറോ സാധ്യത എന്നുകൊണ്ടാണ് പല ആൾക്കാരും ഉടമ്പടി ചെയ്യണത്. എന്താണ് ഉടമ്പടിയുടെ സാധ്യത? ദൈവമാണ്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ ആ വചനം ഒന്നുകൂടി പരിശോധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 9:28. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 9:28. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. ഓക്കെ, ഏറ്റു പറഞ്ഞേ. അവൻ ഭവനത്തിലെത്തിയപ്പോൾ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്നവർ മറുപടി പറഞ്ഞു. അതായത് ഞാനത് എംഫസിസ് ചെയ്യാൻ എവിടെയാണെന്ന് അറിയാവോ? ഇതിൽ ഇപ്പം എനിക്ക് യേശു അന്ധന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. അന്ധന്മാരാകാം, ജോലി ഇല്ലാത്തവരാകാം, പ്രൊമോഷന് വേണ്ടി പരിശ്രമിക്കുന്നവരാകാം, വീടില്ലാത്തവരാകാം, സ്ഥലമില്ലാത്തവരാകാം, വിവാഹം ഒത്തുവരാത്തവരാകാം, മക്കളില്ലാത്തവരാകാം. എന്താണ് ഇങ്ങനെയുള്ളവരോട് യേശു ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനുണ്ട്. എന്താണ്? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ക്ലിയർ അല്ലേ? പക്ഷേ ആ ചോദ്യത്തിൻ്റെ ഒന്ന് തിരിച്ചിട്ടാകും മനസ്സിലാകുന്ന ഒരു സത്യമുണ്ട്. എന്താണ്? വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് മീ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? മനസ്സിലായാ? നിനക്ക് എൻ്റെ അടുത്ത് വരാൻ എന്താണ് യോഗ്യത? അതാണ് ചോദ്യം. വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? അസസ്മെൻ്റാണ്, സ്പിരിച്വൽ അസസ്മെൻ്റാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒരു സ്പിരിച്വൽ അസസ്മെൻ്റാണ്. ആധ്യാത്മികമായ ഒരു കണക്കെടുപ്പ്, ആത്മീയമായ കണക്കെടുപ്പ്. ഒരു ഉടമ്പടി എടുക്കുന്ന വ്യക്തി ഒരു ആധ്യാത്മികമായ കണക്കെടുപ്പിന് തയ്യാറായിരിക്കണം. കർത്താവ് എന്താ ഇപ്പോൾ 5:42 എന്താ ചോദിച്ചിരിക്കണത്? എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോടിത് ചോദിക്കാൻ? അതാണ്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ വീട് ചോദിച്ചു, ജോലി ചോദിച്ചു, അല്ലെങ്കിൽ IELTSൻ്റെ വിജയം ചോദിച്ചു, സ്കോർ ചോദിച്ചു. വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് മീ സച്ച് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്? അതാണ് സംഭവം. അപ്പോൾ കപ്പാസിറ്റി എന്താണെന്ന് പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ക്ലിയറാണ്? നിങ്ങൾക്ക് എന്ത് കപ്പാസിറ്റിയാണ് എന്നോടിത് ചോദിക്കാനുള്ളത്? 6 കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടല്ലോ. അത് എന്നോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്താണ് കപ്പാസിറ്റി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? വിശ്വാസമാണെന്ന് ഇവിടെ നമുക്ക് വ്യക്തമാണ് അല്ലേ? അന്ധന്മാരെന്താ പറഞ്ഞത്? ഞങ്ങൾക്കത് ചെയ്തു തരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ വേദപുസ്തകത്തിനൊരു പരിപാടിയുണ്ട്. വിശ്വസിച്ചാൽ മാത്രം, അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മാത്രം ചിലത് വർക്കൗട്ട് ചെയ്യത്തില്ല. അതാണ് വേദപുസ്തകത്തിൽ. വിശ്വസിപ്പം നിങ്ങളെല്ലാവരും വിശ്വസിക്കുന്നവർ, വിശ്വസിക്കാൻ വേണ്ടി ഇതിനെ മടിക്കാച്ചു മുടക്കി വരത്തില്ലല്ലോ.
അല്ലേ? വെളുപ്പിനെ 4 മണിക്കൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? വിശ്വസിക്കാത്ത വല്ലവരും വരുമോ? പക്ഷെ ചില കാര്യം വിശ്വാസം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. എന്ത് വേണം? പിന്നെ പ്രവൃത്തി കൂടി വേണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാക്കോബ് 2:19. യാക്കോബ് 2:19. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന ആത്മനാഥനേ യേശുവേ. ആരാധന, ആരാധന സ്നേഹരാജനേ യേശുവേ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ നിന്ന് 2-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 2:17. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം എന്ന് പറഞ്ഞേ, ഏറ്റു പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതിൽ തന്നെ നിർജീവമാണ്. വെറുതെ നാക്കിൻ്റെ അടിച്ച പാട്ട് പാടിയിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. മനസ്സിലായല്ലേ? പാട്ട് പാടിയിട്ട് വലിയ കഥയൊന്നുമില്ലെന്നാണ് പറയണത്. എന്താ കാര്യം? ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. ഇറങ്ങി പ്രവർത്തിക്കേണ്ടി വരും. അതാണ് യാക്കോബ് 2:17. അതാണ് വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾക്ക് ദൈവിക അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അതാണ് ഉടമ്പടി ഇവിടെയാണ് റിയലൈസ് ചെയ്യണത്. ഉടമ്പടി ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തനിയ ബാബു എന്നൊരു മോൾ സാക്ഷ്യം പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കുറേ എല്ലാ സാക്ഷ്യവും ഇഷ്ടപ്പെടത്തില്ല. ചില ആൾക്കാർ എണ്ണി ഇങ്ങനെ അനുഗ്രഹം കിട്ടിയൊക്കെ വിളിച്ചു പറയും. അപ്പോൾ ഞാൻ വരീസാറിന് പറയും, അവരെ പറഞ്ഞു വിടാൻ പറയും. എന്താ കാര്യം? ഇങ്ങനെ ഒരു പട്ടികക്കാരെ നമ്മൾ ഉദ്ദേശിക്കണില്ല. ഇങ്ങനെ അനുഗ്രഹത്തിൻ്റെ പട്ടിക എണ്ണി പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെ ഉദ്ദേശിക്കണില്ല. മറിച്ച് ഉടമ്പടിയുടെ സ്പിരിറ്റ് ഓഫ് കവനൻ്റ് ഉണ്ട്. ഇപ്പോൾ തനിയ ബാബുവിൻ്റെ കവനൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ജോലി വേണം. പക്ഷെ അതിനെന്താ പ്രശ്നം? അവൾക്ക് കിട്ടിയ ജോലി കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ജോലിക്ക് കയറിയിട്ട് പോലും ആ ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ എന്തൊക്കെ കുഴപ്പങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഈ ഉടമ്പടി ധ്യാനം കൂടുന്നത്. ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പറയുന്നത് അവൾ ശ്രദ്ധിച്ച്, എന്താ വെച്ചാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞൊന്നുമല്ല. ഈ ഉടമ്പടിയുമായിട്ട് ദൈവത്തിൻ്റെ ജനങ്ങളുടെ കൂടെ ദൈവത്തിന് വേണ്ടി സഞ്ചരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇന്ന് പറഞ്ഞില്ലേ സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞല്ലേ? സ്പിരിച്വൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു കാലത്ത് പറഞ്ഞായിരുന്നു നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്യണമെന്ന് പറയും. കാര്യം വിശ്വാസത്തിൻ്റെ മേൽക്കൈ നേടുന്നത് സ്റ്റാറ്റസ് ഡീപ്രമോട്ടിങ്ങിലാണ്. ഇപ്പം നമുക്ക് ഒരു നിലവാരമില്ലേ? ഒരാൾക്കാർക്ക് ഒരു നിലവാരമുണ്ടല്ലോ. നിലവാരം ദൈവത്തിന് വേണ്ടി എപ്പോൾ മറക്കുന്നു അപ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് പ്രമോട്ടിങ് ആവും. അപ്പോൾ നിങ്ങളെക്കാൾ ഉയരം, എല്ലാത്തിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന കൽപ്പനയെ നിങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് അതിനെ സത്യസന്ധമായി വിശ്വസിക്കും. അത്തരം കൊണ്ടൊക്കെ വിശ്വസിക്കാൻ ആർക്കും പറ്റും. നമുക്ക് മുതൽ മുടക്കില്ല. നമ്മൾ ടാക്സ് കൊടുക്കണ്ട. ടാക്സ് കൊടുക്കണ വിശ്വാസമുണ്ട്, ടാക്സ് കൊടുക്കാത്ത വിശ്വാസമുണ്ട്. അതാണ് പ്രശ്നം. പ്രവൃത്തി മൂലം നീതീകരിക്കുന്ന യാക്കോബ് 2:17 വിശ്വാസം ടാക്സ് കൊടുക്കുന്ന വിശ്വാസമാണ്, മറ്റേ ടാക്സ് കൊടുക്കാത്തതാണ്. അത്തരം കൊണ്ട് പാടുന്നില്ല, പാടുകയും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ടാക്സ് ഒന്നും മുടക്കണില്ലല്ലോ, ഒക്കെ മുടക്കൊന്നുമില്ല. അത് സത്യസന്ധമാണ്. നമ്മളുടെ ഒരു ബാധ്യതയാണ് നമ്മുടെ വിശ്വാസം സത്യമാണെന്ന് തെളിയിക്കേണ്ടത്. ദൈവത്തിൻ്റെ ബാധ്യതയല്ല. നിങ്ങളുടെ ബാധ്യതയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് സത്യമാണെന്ന് തെളിയിക്കേണ്ടത്. അതെങ്ങനെ തെളിയിക്കും? ടാക്സ് അടിക്കും. അതിന്മേ എന്താണത്? അത് സത്യസന്ധമായി തെളിയിക്കാൻ പ്രവൃത്തിയോ മൂലം മാത്രമേ നമുക്ക് ഓപ്ഷനുള്ളൂ. പ്രവൃത്തി മൂലം. തനിയാടെ സാക്ഷ്യത്തിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, തനിയ പറഞ്ഞ ഇതാണ്, എന്നോട് ഒത്തിരി പേര് പത്രം ചോദിച്ചു, ഞാൻ കൊടുത്തില്ലെന്നോ. എൻ്റെ കൂട്ടുകാരത്തോട് ഞാൻ പറഞ്ഞു പത്രം ചോദിക്കുന്നവർക്ക് കൊടുക്കരുതെന്ന്. അപ്പോൾ ഞാൻ ഓർത്ത് ഇതെന്ത് പരിപാടിയാണ്? നമുക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ ആൾക്കാരെ പരിശുദ്ധ പ്രവർത്തനം ചെയ്യണത്. തനിവാവിൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചത് ചോദിക്കുന്നവർ കൊടുക്കരുതെന്നാണ്. പക്ഷെ പത്രം വേണ്ടെന്ന് പറയുന്നവരെ കെട്ടിയേൽപ്പിക്കണമെന്ന്. മാതാവേ, അതാണ് ടാക്സിങ് എന്ന് പറയണത്. പത്രത്തിനോട് കൃപാസനം പത്രത്തിലാണ് സാക്ഷ്യങ്ങളിരിക്കണം മുഴുവനും.
അത് വേണ്ടെന്ന് പറയുന്നവനെ കെട്ടിയേൽപ്പിക്കണം. അതിൻ്റെ ക്ലൂ അതാണ്. എന്ന് വെച്ചാൽ പത്രത്തോട് പ്രതിപത്തി കാണിക്കാത്തവർക്ക് നീ കൊടുക്കണം. കൂട്ടുകാരത്തോടും പറഞ്ഞു വിട്ടിരിക്കുകയാണ്, പ്രതിപത്തി കാണിക്കുന്നവർക്ക് കൊടുക്കണ്ട, അവർ ഇന്നലെ നാളെ എവിടെ നിങ്ങൾ വായിച്ചോളൂ. ഇതിനോട് താല്പര്യം ഇല്ലെന്ന് പറയണ ആൾക്കാർക്ക് അത് അടിച്ചേൽപ്പിക്കണം, പുറകെ നടന്നായാലും ശരി. അതാണ് പ്രേക്ഷിത വില, അതാണ് പ്രശ്നം. ടാക്സിങ് എന്ന് പറയുന്നത് മറ്റേ എളുപ്പമല്ലേ, തിരിച്ചുകൊണ്ട് മേടിക്കും, ഒരു കുഴപ്പം, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. പക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് വിപ്രതിപത്തി കാണിക്കുന്ന ആൾക്കാരുടെ മേൽ കെട്ടിയേൽപ്പിക്കണമെങ്കിൽ നമുക്കെന്ത് വേണം? 2 സംഭവം വേണം. ദൈവസ്നേഹം വേണം, പിന്നെന്താണ്? വിശ്വാസം വേണം. മനസ്സിലായില്ലേ? അവൾക്ക് കിട്ടിയ ജോലി പിന്നെ പോയില്ല. എന്താണ്? ദൈവത്തിന് അവളെ വിശ്വാസമായി. ഇത് ഒരു മിനിമം പരിശുദ്ധാത്മാവിലാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. ഉടമ്പടി വർക്ക് ചെയ്യണത് ഒരു മിനിമം ഹോളി സ്പിരിറ്റ് കീപ്പ് ചെയ്യണം. കാര്യം പരിശുദ്ധാത്മാവ് ആണ് നമ്മൾക്ക് ഇതിൻ്റെ ക്ലൂ ഒക്കെ പറഞ്ഞു തരണത്. ഞാൻ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം, ദൈവത്തിന് ഒരു നാഷണൽ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത ഒരു റോഡ് നമ്മുടെ ആത്മാവിലൂടെ പണിയുമ്പോഴുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയണത്, ഏത് സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ ഒരു സംസർഗം ഉണ്ടാകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾക്കൊരു ബ്ലോക്ക് വന്നാൽ പോലും ദൈവം അതിന് പെട്ടെന്ന് ഇപ്പോൾ ദൈവം പറഞ്ഞാൽ നമുക്ക് കേൾക്കണ്ടേ? നമ്മൾ റേഞ്ചില്ലാത്ത സ്ഥലത്ത് പോയി നിന്നാൽ എങ്ങനെയാണ് കേൾക്കണത്? റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ അകത്ത് റേഞ്ചിങ് എന്ന് പറയണത് ഒരു റേഞ്ച് ഓഫ് ദി ഉടമ്പടിയുടെ റേഞ്ച് എന്ന് പറയണത് ഒന്ന് വിശുദ്ധിയും ഒന്ന് സാക്ഷ്യവുമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. ഇത് രണ്ടും കറക്റ്റാക്കിയാൽ പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരും. ഒന്ന് വിശുദ്ധി എന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനെ എപ്പോഴും നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ. ഇപ്പോൾ തനിയോട് പറഞ്ഞത് എന്താണ്? ഇതിന് ക്ലൂ കിടപ്പുണ്ട്, നിനക്ക് ഞാനൊരു ഉപദേശം തരാം, നിനക്കിതിൻ്റെ നീ രക്ഷപ്പെടാൻ ഒരു മാർഗം ഞാൻ നിൻ്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാം. ബൈബിളിൽ എപ്പോഴും ഉള്ളതാണ് ഈ മുഖത്ത് നോക്കി ഉപദേശിക്കൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ആരാധന ആരാധന ആത്മനാഥനേ യേശുവേ ആരാധന ആരാധന സ്നേഹരാജനേ യേശുവേ. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. സങ്കീർത്തനം 32:8 വായിച്ചോളൂ. ഞാൻ നിന്നെ ഉപദേശിക്കാം, പറഞ്ഞേ, ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടിയുറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. എന്നാ ഇന്റിമസിയാ! നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവർ നമ്മുടെ കണ്ണെ നോക്കിയിട്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ഇൻറ്റിമസി ഫീൽ ചെയ്യും. ദൈവം അങ്ങനെയാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന വഴികൾ സിമ്പിളായ വഴികളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ കാരണം? 21 ലക്ഷത്തോളം മനുഷ്യരെ ഈ ജന്മത്തിൽ കൗൺസിൽ ചെയ്താണ്. 21 ലക്ഷം മനുഷ്യരെ. അച്ഛനായിട്ട് 5 ദിവസം പോലും എനിക്ക് വെറുതെ പോയിട്ടില്ല. പിറ്റേ ദിവസം തുടങ്ങിയതാണ് ശുശ്രൂഷ. പല ശുശ്രൂഷകളിൽ അവസാനമാണ് ദൈവം ഉടമ്പടി തന്നത്. അതിനുള്ളിൽ എത്രയോ ശുശ്രൂഷകൾ നടന്ന് കടലിൽ 10 കൊല്ലം കൺവെൻഷൻ വരെ നടത്തി. 10 കടലില്ലേ, കടപ്പുറത്തല്ല, കടലില്ലേ. ഓരോരോ കാലത്ത് കർത്താവ് പറയുന്ന ഓരോ ശുശ്രൂഷ. ഒരു കാലത്ത് ഇവിടെ അഖണ്ഡ ജപമാലയായിരുന്നു, 1000 മണിയുടെ ജപമാല. 1000 മണിയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് പോപ്പ് ജോൺ പോള് ജപമാല വർഷം പ്രഖ്യാപിച്ചത്. എൻ്റെ ജന്മത്തിൽ ഞാൻ കരണക്കൊന്ത ചൊല്ലിയിട്ടില്ല, ചെല്ലുകയുമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കരണക്കൊന്ത ചെല്ലുന്നവർ ചെല്ലിക്കോ, പക്ഷേ അതൊരിക്കലും നിങ്ങളെ യഥാർത്ഥ കൊന്തയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ചില ആൾക്കാർ, ചില കുടുംബങ്ങൾ മുടിഞ്ഞു പോകാൻ കാരണം അവർ യഥാർത്ഥ കൊന്തയ്ക്ക് പകരം കരണക്കൊന്ത ചൊല്ലിയിട്ടാണ്. എന്താ കാര്യം? ഒന്നാമത്തെ വിശ്വാസത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാകണം. കരണക്കൊന്തയിൽ എന്താ പറയുക? ഒൺലി പാഷൻ ഈസ് നറേറ്റിംഗ് ദെയർ.
ഈശോ മിശിഹായുടെ പീഡാനുഭവങ്ങളെ ഓർത്ത് എന്നോടും ലോകത്തോട് മുഴുവനും കരുണയുണ്ടാകണം. അത്രയേ ഉള്ളൂ സംഭവം. അതൊരു 20 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ 100 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പോൾ ആ പ്രാർത്ഥന തീർന്നു. പക്ഷെ നിങ്ങൾ എന്താ ചെയ്തത്? ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാണത് ബേസിക്കായിട്ട്. എന്താണ് അവിടെ നമ്മൾ എന്ത് വിശ്വാസത്തിൻ്റെ ഏത് രഹസ്യമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഒൺലി പാഷൻ, കർത്താവിൻ്റെ പീഡാനുഭവം മാത്രമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യങ്ങളിൽ പീഡാനുഭവം ഒരു കഷ്ണം മാത്രമാണ്. നമ്മൾ പീഡാനുഭവത്തിലൊന്നുമല്ല വിശ്വസിക്കണത്. പീഡാനുഭവം പ്രഖ്യാപിക്കുകയാണ് നമ്മൾ ചെയ്യണത്. പീഡാനുഭവം പ്രഖ്യാപിക്കും, കർത്താവിൻ്റെ മരണം നമ്മൾ പ്രഖ്യാപിക്കും. പിന്നെന്താണ് വിശ്വസിക്കണത്? എന്തിനാണ്? പീഡാനുഭവത്തിലല്ല, ഉയർപ്പിലാണ് വിശ്വസിക്കണത്. കരുണക്കൊന്തൽ എവിടെയാണ് ഉയർപ്പ് പറയണത്? ഒരിക്കലും പറയണില്ല. ഉയർപ്പ് പറയാത്തിടത്തോളം കാലം ഒരു പ്രാർത്ഥനയിൽ ശരിക്കും പറഞ്ഞാൽ അത് പ്രാർത്ഥനയുടെ സമ്പൂർണമായ ഫോർമുല ഉള്ളതല്ല. നിങ്ങൾ ചെല്ലണമെന്ന് ഞാൻ പറയത്തില്ല. പാപകരമായ അവസ്ഥയിലുള്ളപ്പോൾ ചെല്ലാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണ്. പക്ഷേ അത് വെച്ച് നിങ്ങൾ സമ്പൂർണ്ണ ജപമാല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. ചില കുടുംബങ്ങളിൽ അട്ടിരിക്കുകയാണ്. എന്താ കാര്യം? ഇവർ യഥാർത്ഥ ജപമാല ഉപേക്ഷിച്ചിട്ട് എന്താണ് ബിരിയാണി മാറ്റിയിട്ട് അച്ചാർ കഴിച്ച പോലെ അവസ്ഥയാണ്. കാര്യം അറിയാൻ പാടില്ല ചെയ്താ. യഥാർത്ഥ ജപമാലയിൽ എന്തെല്ലാം ഉള്ളത്? കർത്താവിൻ്റെ ജനനം തൊട്ട് പരസ്യജീവിതം തൊട്ട് പീഡാനുഭവം തൊട്ട് കുരിശുമരണം കൂടി അവൻ വീണ്ടും വരവ് വരെ അതിനകത്തുണ്ട്. അപ്പം സമ്പൂർണമായ ജപമാലയാണ് പ്രകാശത്തിൻ്റെ ദിവസം ഉൾപ്പെടെയുള്ളത്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന സഭ ഇതുപോലെ മിസ് ഗൈഡൻസ് വരും. സഭയിൽ ഒത്തിരിയേറെ പ്രാർത്ഥനാ രൂപങ്ങളുണ്ട്. അതൊക്കെ സഭ ഒത്തിരി പഠിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ തന്നെ സ്ഥാപിച്ചിരിക്കുന്നതാണ്. പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവസ്ഥ കൂടി നമ്മൾ നോക്കണം. ഞങ്ങളിവിടെ 1000 മണിയുള്ള ജപമാല ജോൺ പോൾ മാർപ്പാപ്പ ജപമാല വർഷം സ്ഥാപിക്കുന്ന മുമ്പ് തന്നെ അമ്മ ഞങ്ങളോട് പറഞ്ഞതാണ്. 1000 മണിയുള്ള ജപമാല ഇവിടെ 5 വർഷം അടുപ്പിച്ച് ചൊല്ലി. 2004 അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴെന്തുകൊണ്ടാണ്? 24 മണിക്കൂറും ജപമാല അണമുറിയാതെ രാത്രിയും പകലുമില്ലാതെ ചൊല്ലിയതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് റാലിയൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പോഴും നിങ്ങൾ റാലിക്ക് വരുന്നില്ലേ? 2 ലക്ഷം പേരും 3 ലക്ഷം പേരല്ലേ റാലിക്ക് വരണത്? അന്ന് തുടങ്ങിയതാ ഓരോരോ കാലത്തും. പക്ഷേ അപ്പോഴും നാം മനസ്സിലാക്കണം, അതൊക്കെ ഒരു ബേസിക്സാണ്, അടിത്തറകൾ. പക്ഷേ ഇത് മേലോട്ട് പണിയണമെന്നുണ്ടെങ്കിൽ ആ അത്തരം കൊണ്ട് ഏറ്റുപറയണമൊക്കെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ഹൃദയത്തിൽ വിശ്വസിക്കണമൊക്കെ പ്രവർത്തികൾ നീതീകരിക്കപ്പെടണം. റോമ 10:9 യാക്കോബ് 2:19 കൂടി കൂട്ടിവെക്കുമ്പോഴാണ് വിശ്വാസം നടപടി പൂർണ്ണമാകണത്. റോമ 10:9 എന്താ പറയണത്? യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുന്നു. ദൈവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുന്നവരെന്ത് ചെയ്യണം? വിശ്വാസം പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടണം. പ്രവൃത്തി വേണം. അത് യാക്കോബ് 2:17. അപ്പോൾ ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ടാണ് ഉടമ്പടി കത്താൻ കാരണം. പെട്ടെന്ന് മുമ്പും പുറം നോക്കാതെ ഇത് കത്തിപ്പടരാൻ കാരണം ഇതിൻ്റെ സത്യസന്ധമായ ഫോർമുലയാണ്. അത് വൃത്തിയും മെനയുമായിട്ട് ആരാണ് മനസ്സിലാക്കുന്നത്? അവർ ദൈവസ്നേഹം നിറഞ്ഞ് ദൈവവിശ്വാസ പ്രേരിതരായി ഇത് സുവിശേഷത്തിന് സാക്ഷിയായി കഴിയുമ്പോൾ നമ്മൾ ആരുടെയും സപ്പോർട്ടില്ലാതെ തന്നെ ഇത് സെൽഫായിട്ട് കത്താൻ തുടങ്ങും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടിയുടെ ജീവൻ വിവേചിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് പ്രയോഗിക്കുവാൻ ഞങ്ങളെ അന്തർജ്ഞാനത്താൽ അഭിഷേകം ചെയ്യണം. ശ്രദ്ധിക്കട്ടെ. മുന്നേറിക്കൊണ്ട് ഞങ്ങളെ സാക്ഷികളായി
നീ വരൂ ദൈവ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ഇതുപോലെ വിശ്വാസ സ്ഥിരീകരണത്തിൻ്റെ മറ്റൊരു ജോലിയാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണ് ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തലുകൾ. അത് വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിൻ്റെ ഏറ്റവും വലിയ കടുത്ത പ്രയോഗമാണ്. അതായത് നിങ്ങളെപ്പോഴും കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട, കർത്താവേ നിന്നെ സാക്ഷ്യപ്പെടുത്താൻ, നിൻ്റെ മഹത്വം സാക്ഷ്യപ്പെടുത്താൻ എന്നെ സഹായിക്കണമേ, എന്നെ നിൻ്റെ സാക്ഷിയായി മാറ്റണമേ. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന സാക്ഷ്യം, ഒരു കൊല്ലമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കായിരുന്നു ഈ അൾത്താരെ കയറി ഒരു സാക്ഷ്യം പറയാൻ വേണ്ടി. ഒരു കൊല്ലമായി, അങ്ങനെയാണ് അവർ തുടങ്ങണം. ഒരു കൊല്ലമായി ഞാൻ പ്രാർത്ഥിക്കരുത്. വേറെ ഒരു ലേഡി പറഞ്ഞത്, ഞാൻ സ്വപ്നം കണ്ടായിരുന്നു കൃപാസന അൾത്താരെ കയറി സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. അതെന്താ സംഭവിച്ചാൽ, നിങ്ങൾക്ക് കിട്ടിയ സാക്ഷി, ഇപ്പം നിങ്ങളിവിടെ 2000-3000 പേരുണ്ട്, അതല്ല. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പറഞ്ഞ ഒരു സാക്ഷ്യം ആൾക്കാർ ഇപ്പോൾ കൂടിയിരിക്കുന്നത് 2,00,000 ആൾക്കാർ ആ സാക്ഷ്യം കണ്ടു. ലോകത്തിലുള്ള എമ്പാടുമുള്ള 2,00,000 പേരാണ് ആ സാക്ഷ്യം കണ്ടത്. എന്ത് സംഭവിച്ചിരിക്കണത്, ആ 2,00,000 പേരിലേക്ക് എന്ത് പറ്റി? സുവിശേഷം പ്രസരിക്കും. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ആ 2,00,000 പേരിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ജന്മം കൊണ്ട് ഒരു 2,000 പേരെ പോലും നിങ്ങൾക്ക് സുവിശേഷത്തിലേക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? എന്ത് പാടാണ്. ഒരു 2,000 പേരെങ്കിലും നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു കാണും? വളരെ കുറച്ച് പേരോടെ പറഞ്ഞു കാണത്തുള്ളൂ. അങ്ങനെ പറയണമെങ്കിൽ, മറ്റുള്ളവരോട് പറയണമെങ്കിൽ പ്രത്യേക അഭിഷേകം നമുക്ക് വേണം. ഇപ്പം ചില ആൾക്കാരൊക്കെ പല സഭയുടെ ഉന്നതമായ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി സുവിശേഷത്തെക്കുറിച്ചൊക്കെ ഡോക്ടറേറ്റ് എടുക്കും. അവർ വിമാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ സഭയ്ക്ക് 10, 20, 30 ലക്ഷം രൂപയൊക്കെയാണ് ഒരു ഡോക്ടറേറ്റിന് വേണ്ടി ഒരു വിദ്യാർത്ഥിനെ പഠിപ്പിച്ചെടുക്കണമെങ്കിൽ. പക്ഷെ അവർ വിമാനത്തിൽ ഇരിക്കുമ്പോൾ പോലും അടുത്തിരിക്കുന്ന ആളിനോട് യേശുവിനെക്കുറിച്ച് പറയത്തില്ല. അതാണ് പ്രശ്നം. സഭ 30 ലക്ഷം രൂപ മുടക്കി ഡോക്ടർമാരുണ്ടാക്കിയതാണ്. പക്ഷേ അടുത്തിരിക്കുന്നവനോട് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തു വിശ്വസിക്കണമെന്ന് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ അഭിഷേകമുള്ളവർ. മറ്റുള്ളവർ അതൊരു പ്രൊഫഷനായിട്ട് എടുത്തിരിക്കുക. ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനാണ്? ക്രിസ്തുവിനെ കൈമാറാനാണ്. കൈമാറാനല്ലാതെ ക്രിസ്തുവിനെ പഠിക്കണത് എന്തിനു വേണ്ടിയാണ്? അതാണ് പ്രശ്നം. ക്രിസ്തുവിനെ കൈമാറാനല്ലാതെ പഠിക്കണത് എന്തിനാണ്? ചില ആൾക്കാർ ചില വീടുകളിലൊക്കെ ചിലരൊക്കെ MBBS-നൊക്കെ പോകും. എന്നിട്ട് അവർ തന്നെ പറയും, ഞങ്ങൾക്ക് ഡോക്ടറായിട്ട് കാര്യമൊന്നുമില്ല. കാര്യം എന്താണ്? 10 തലമുറക്ക് തിന്നാനുള്ളത് ഞങ്ങളുടെ വീട്ടിൽ കിടപ്പുണ്ട്, പിന്നെ ഞങ്ങളെന്തിനാണ് ജോലിക്ക് പോകുന്നത്? പിന്നെ ഒരു ആഡംബരത്തിന്, ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്യുന്ന ആഡംബരത്തിനല്ല, അത് അഭിഷേകത്തിനും വിശ്വാസ കൈമാറ്റത്തിനും വേണ്ടിയാണ്. പക്ഷെ ചില മനുഷ്യർ അടുത്തിരിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറേറ്റും ഇല്ല, അവർക്ക് അറിവുമില്ല അവർക്ക്. പക്ഷെ അവർ കർത്താവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. യേശുവിനെക്കുറിച്ച് ഈ ജന്മത്തിൽ, ഈ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞില്ലെങ്കിൽ ഈ ജീവിതം ഞങ്ങൾക്ക് ജീവിക്കാത്ത പോലെയാകും. കാര്യം അവരുടെ ഉള്ളിൽ നിന്നൊരു തള്ളിച്ചയാണ്. അവർക്ക് ദൈവസ്നേഹം നിറഞ്ഞിട്ട് അഭിഷേകം കിട്ടിയിരിക്കുകയാണ് കർത്താവിനെ കൈമാറാൻ വേണ്ടി. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, അങ്ങേ കൈമാറാൻ അൾട്ടിമേറ്റ് ആത്യന്തികമായ എൻ്റെ ജീവിത ലക്ഷ്യമായി സുവിശേഷ കൈമാറ്റത്തിനായി എന്നെ അഭിഷേകം ചെയ്യണം. നീ വരൂ
കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ ജീവിതം നിന്റെ കാരുണ്യമേ ജീവനേ നിത്യ കാരുണ്യമേ. കർത്താവ് നമ്മളോട് പറയുന്നില്ലേ, നിങ്ങളിത് പുറത്തു പോയി പറയണം എന്ന് പറയണില്ലേ? ഈ ദൈവം ആര് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവം ആരെയാണ് ടാർഗറ്റ് ചെയ്യണത്? നിങ്ങൾ സാക്ഷ്യം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ചോദിക്കും, അല്ലെങ്കിൽ മെസ്സേജ് എടുക്കേണ്ടി വരികയാണെങ്കിൽ സാക്ഷി അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഉടമ്പടി പുഷ്കലമാകണമെന്നുണ്ടെങ്കിലും സാക്ഷ്യം വേണം. അതുകൊണ്ട് ചില ആൾക്ക് ആ സാക്ഷ്യം പറയുമ്പോൾ അന്ന് മുതൽ ഉടമ്പടി ഒന്ന് നിങ്ങൾ കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെടത്തില്ല. അതാണ് ഏറ്റവും വലിയ സംഭവം. സെക്യൂരിറ്റി ആവും. നിങ്ങളുടെ അനുഗ്രഹത്തിന് മേൽ കർത്താവിന് ഒരു സെക്യൂരിറ്റി കിട്ടും. നിങ്ങൾക്ക് അത് നഷ്ടപ്പെടത്തില്ല. കാര്യം വന്ന രോഗം പിന്നെയും വരരുതല്ലോ. അപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കടമ തീർന്നു. നമുക്ക് നഷ്ടപ്പെട്ട പോലെ, നമുക്ക് വന്ന പോലെ കടങ്ങൾ ഇനിയും വരരുതല്ലോ, വന്ന അപകടം ഇനിയും വരരുതല്ലോ. അപ്പോൾ ഈ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി കൂടി സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ സാക്ഷ്യം പറയണത്. നിങ്ങൾക്ക് ജോലി കിട്ടി, ആ ജോലി കിട്ടിയത് ഇനി പോകരുതല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പേരിലാക്കിയെടുക്കുകയാണ് നമ്മൾ സാക്ഷ്യത്തിലെ. സാക്ഷ്യം എന്താണ്? ദൈവം അത് നമ്മുടെ ഒരു ഉദ്ദേശമാണ്. നമുക്ക് കിട്ടിയ അനുഗ്രഹം പോകാതിരിക്കാനാണ്, നമ്മൾ വീണ്ടും അത് വരാതിരിക്കാനാണ്, ആ ഒരു രോഗവും മറ്റ് കഷ്ടപ്പാടുകളോ വീണ്ടും വരാതിരിക്കാനാണ് നമ്മൾ സാക്ഷ്യം പറഞ്ഞ് ആ ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷിയാക്കി അക്കൗണ്ടബിളാക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ഉദ്ദേശം വേറെയാണ്. നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ, ഉടമ്പടിയിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. എന്താ കാര്യം? നിങ്ങളെ സുവിശേഷമാക്കുകയാണ് ദൈവം ചെയ്യണത്. നിങ്ങളെ സുവിശേഷമാക്കുകയാണ്. എന്തിനാണ്? സംശയമുള്ള ആൾക്കാരെ, ദൈവത്തെക്കുറിച്ച് സംശയമുള്ള ആൾക്കാർക്ക് നിങ്ങൾ സംശയ നിവാരണം ചെയ്യാൻ. നിങ്ങളുടെ സാക്ഷ്യം ഒരു 50,000 പേര് ഇപ്പോൾ കൃപാസനത്തിൽ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന ഗുണം എന്താ? ലോകത്ത് ഏറ്റവും കൂടുതൽ സാക്ഷ്യം കേൾക്കുന്നത് കൃപാസനത്തിൻ്റെ സാക്ഷ്യമാണ്. ലോകത്താണ് ഞാൻ പറയണത്, അല്ല കേരളത്തിലല്ല. നിങ്ങളെ ഇന്നിപ്പോൾ യൂട്യൂബ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ശുശ്രൂഷ സഭയ്ക്കുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ടാവുമല്ലോ, നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ സാക്ഷ്യം പറയുന്നത് ഈ ഒരു അൾത്താറയിലാണ്. കാര്യം എന്താണ്? ലോകത്ത് എല്ലാ ദിവസവും ഇവിടെ സാക്ഷ്യമുണ്ട്. അല്ലാതെ ഒരാഴ്ച ധ്യാനം നടത്തിയിട്ട് ധ്യാനത്തിൻ്റെ അവസാനം കുറച്ച് സാക്ഷ്യം പറയുകയല്ല. ഇത് എല്ലാ ദിവസവുമാണ്. 11 മണി തൊട്ട് 5 മണി വരെ സാക്ഷ്യമാണ്, 6 മണി വരെ. 11 മണി തൊട്ട് രാവിലെ 5 മണി വരെ സാക്ഷ്യം പറഞ്ഞ ലോകത്ത് ഏത് ശുശ്രൂഷ കേന്ദ്രമുണ്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ കൈ കൊടുത്തിരിക്കുന്ന പുളിങ്കമ്പയിലാണെന്ന്. എന്താ കാര്യം? കർത്താവ് ഈ കാലത്തെ കണ്ണീരിന് തന്ന മറുപടിയാണിത്. കൈ ഇട്ടിച്ച് കർത്താവോട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. നമ്മുടെ പേഴ്സണൽ അസസ്മെൻ്റ് ആണ് ഇന്നത്തെ വിഷയം, അല്ലേ? ആത്മീയമായ ഒരു അസസ്മെൻ്റ്, കണക്കെടുപ്പ്, ഓഡിറ്റിംഗ്. അതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ദൈവസ്നേഹം കണ്ടു, രണ്ടാമത് വിശ്വാസം കണ്ടു, ഇപ്പം എന്താ കാണുന്നത്? സാക്ഷ്യം. എന്താണ് സാക്ഷ്യം? സാക്ഷ്യത്തിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മുടെ ഒരു ഉദ്ദേശമുണ്ട്, നമ്മളുടെ പ്രൊട്ടക്ഷനാണ് നമ്മുടെ ഉദ്ദേശം. എന്താണ്? നമുക്ക് കിട്ടിയ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകരുത്, അതാണ് ഒന്ന്. പക്ഷേ ദൈവത്തിന് വേറൊരു ഉദ്ദേശമുണ്ട് സാക്ഷ്യം കൊണ്ട്. എന്താ ഉദ്ദേശം? നിങ്ങളെ സുവിശേഷമാക്കി കൈമാറുക. ആർക്കാണ്? ദൈവത്തെക്കുറിച്ച് ഐഡിയ ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക്. അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഉടമ്പടി വരുമ്പോൾ തന്നെ, ആദ്യകാലങ്ങളിലൊക്കെ 2016-17 കാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ ആൾക്കാർ ഇവിടെ വരുമായിരുന്നു.
ഇത് പരീക്ഷിക്കാനും നിരീക്ഷിക്കാനും ഇത് കള്ളത്തരമാണോ തട്ടിപ്പാണോ നോക്കാനും അവർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയൊക്കെ വരണതാണ്. ഞങ്ങളാരും മൈൻഡ് ചെയ്യത്തില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. അവരിക്കും അവർ മനസ്സിലാക്കി. പക്ഷേ അവരൊക്കെ അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കാശ് കൊടുത്തിട്ടാണ് സാക്ഷ്യം പറയിപ്പിക്കണമെന്നാണ്. നമ്മുടെ സാക്ഷ്യം പറയുമ്പോൾ ഒരാൾ സാക്ഷ്യം പറയുമ്പോൾ താഴെ കമൻറ്റ് പോയി, എത്ര രൂപ കിട്ടി കൃപാസനത്തിൽ നിന്ന്, 5000 രൂപയാണോ 10000 രൂപയാണോ എന്നൊക്കെ ചോദിച്ചാൽ കമൻറ്റ് ചെയ്യും. ഇപ്പോഴാരും കമൻറ്റ് ചെയ്യണില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ശുശ്രൂഷയോടെ മുന്നോട്ട് പോവുകയാണ്. നമ്മളൊരു ഉപകരണമാണ്. നിലക്കാത്ത സാക്ഷ്യങ്ങളായില്ലേ? അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും, ഇങ്ങനെ ഈ കഴിഞ്ഞ 10000 മനുഷ്യർക്ക് 5000 രൂപ കൊടുക്കാൻ പലയിടത്തും കിട്ടുക. 10000 മനുഷ്യരല്ലേ സാക്ഷ്യം പറയണത്. അപ്പോഴിപ്പോൾ അത് ഒതുങ്ങി ശരിക്കും. ഇനി ആരെങ്കിലും വേറെ ഏതെങ്കിലും കാര്യം അവർക്ക് തോന്നുന്ന രീതി കുത്തിപ്പൊക്കിയാലേ ഉള്ളൂ. ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അന്ധവിശ്വാസം കാണുമ്പോഴേ അവർക്കൊരു ശാന്തി കിട്ടി നമ്മുടെയും കൂടി അവരെന്തൊക്കെ വലിച്ചെടുക്കും. അങ്ങനെയല്ല കഴിഞ്ഞ പ്രാവശ്യം ഒരു വിവാദമൊക്കെ ഉണ്ടായത്. നമ്മൾക്കൊരു ബന്ധമില്ല, പുറത്ത് എന്തെങ്കിലും കോമാളിത്തരങ്ങൾ മറ്റുള്ള ആൾക്കാരെ കാണിക്കുമ്പോൾ അവരുടെ ആൾക്കാർ നമ്മളെയും കൂടി അതിൻ്റെ അകത്ത് പെടുത്തിയിട്ട് ഞങ്ങൾ മാത്രമല്ല നിങ്ങളും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വെള്ളം ചേർക്കാൻ നോക്കും. പക്ഷെ അതൊന്നും അങ്ങനെയൊക്കെ ഇരുട്ടുകൊണ്ട് ഊട്ടടച്ചിട്ട് എത്ര കാലം നമുക്ക് ഊട്ടടച്ച് ജീവിക്കാൻ പറ്റും? കർത്താവിൻ്റെ വചനത്തിന് സുവിശേഷം വിലങ്ങി വെക്കപ്പെടാത്തതാണ്. കൃപാസനം നോക്കുമ്പോഴേക്ക് മനസ്സിലാകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സുവിശേഷം വിലങ്ങി വെക്കപ്പെട്ടിട്ടില്ല. ശ്രദ്ധിക്കട്ടെ. തിമോത്തി 2:9 ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. എന്നാൽ ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടായാലും സുവിശേഷത്തിന് അതിൻ്റെ അടയാളവും വിലങ്ങി വെക്കപ്പെടാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്ന സാക്ഷ്യത്തെക്കുറിച്ചാണ്. നിങ്ങൾക്ക് കൊതി ഉണ്ടാകണം. എന്താണ് സാക്ഷ്യം പറയണമെങ്കിൽ? ഒന്നാമത്തെ ചിലർക്ക് സാക്ഷ്യം പറഞ്ഞാൽ ഡബിൾ ബെനിഫിറ്റാണ്. എന്താ കാര്യം? അവർ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ കൃപാസനത്തിൽ വന്നൊരു സാക്ഷ്യം പറയുമ്പോൾ ചില സമയത്ത് വീട്ടുകാർ പറയും, അയ്യോ അത് വേണ്ടായിരുന്നു, നമ്മളെ 10 മനുഷ്യർ അറിയണതല്ലേ, നിങ്ങൾ ഈ പൊസിഷനൊക്കെ ഇരിക്കണതല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുന്നവരാണ് ആദ്യം വന്ന് സാക്ഷ്യം പറയേണ്ടത്. കാര്യം നിങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ അറിയാം. എനിക്കിപ്പോൾ എപ്പം മരിക്കുമെന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ളത് അമ്മയെ ഞാൻ നേരെ കണ്ടത് കൊണ്ടാണ്. അമ്മയെ കാണുമ്പോഴും ആവശ്യം കൂടുമല്ലോ. അപ്പം നമുക്ക് മരണമില്ലല്ലോ. നിത്യതയിലും നമ്മൾ അമ്മയുടെ കൂടെ ഇരിക്കുമല്ലോ. അല്ലെങ്കിൽ അമ്മ വിളിച്ചുകൊണ്ട് പോയി ഈശോൻ്റെ അടുത്ത് ഇരുത്തുമല്ലോ. ഉറപ്പല്ലേ ആ കാര്യം? അതുപോലെ തന്നെ അപ്പം ഞാൻ കണ്ട് വിശ്വസിക്കുന്നു. പക്ഷേ നിങ്ങളെന്താ ചെയ്യണത്? നിങ്ങൾക്ക് എന്നേക്കാൾ ഉറപ്പാണ്. എന്താ കാര്യം? നിങ്ങൾ പ്രത്യക്ഷപ്പെടാതെ തന്നെ വിശ്വസിക്കുന്നു. കൈയിടിച്ച് കർത്താവിന്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സ്പിരിച്വൽ ഓഡിറ്റിങ്ങിൻ്റെ 1 ദൈവസ്നേഹം, 2 ദൈവവിശ്വാസം, 3 സാക്ഷ്യം. എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുക. അതാണ് സംഭവം. അതാണ് യോഹന്നാൻ്റെ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:42 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുക. വീട്ടിൽ ഇരുന്ന് ഏറ്റു പറഞ്ഞിട്ട് കാര്യമില്ല. 10 മനുഷ്യരുടെ മുമ്പിൽ ഏറ്റു പറയണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. പ്രൈസ് ദി ലോർഡ്. അതായത് നമ്മളെ ഇപ്പോൾ ഈശോ ഒരു ജനറൽ ഫോർമാറ്റാണ് പറയണത്. അതിന് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈശോ എന്താ പറഞ്ഞത്? 10:32 എന്താ പറഞ്ഞത്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റു പറയും. അപ്പോൾ ഇത് സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഏറ്റു പറയണമെന്ന് വെച്ചാൽ അത് ജനറലാണ്. ഇതിന്റെ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസ് എന്താ പറയണത്? നിന്നെ ഏറ്റു പറയേണ്ട ദൈവവേദനെ, നീ ദൈവത്തെ ഏറ്റുപറഞ്ഞ് മഹത്വപ്പെടുത്തി കഴിഞ്ഞാൽ നീ ദൈവത്തെ ഓൺ ചെയ്യുകയാണ്. നീ ദൈവത്തെ ഓൺ ചെയ്താൽ ഇപ്സോ ഫാക്ടോ ദൈവം നിന്നെ ഓൺ ചെയ്തിരിക്കും. കൈയടിച്ച് കർത്താവിനെ
പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ നമ്മൾ മനുഷ്യരുടെ മുമ്പിലാണ് ഏറ്റുപറയണത്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എനിക്കൊരു അടയാളം കിട്ടി, മനുഷ്യരുടെ മുമ്പിലെ അങ്ങ് ഏറ്റുപറഞ്ഞ് മഹത്വത്തിൽ പങ്കാളിയാകാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധന, ആത്മനാഥനേശുവേ, ആരാധന, സ്നേഹരാജൻ യേശുവേ. നിങ്ങൾക്ക് വല്ലാത്തൊരു ക്രൈസ് തോന്നണം. ശരിക്കും ക്രൈസ് ക്രിസ്തുവിന് വേണ്ടി സാക്ഷിയാണ്. കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളങ്ങനെ സാക്ഷിയായ വിത്ത് ഓൾ ഫെർവൻസ്, നിങ്ങളുടെ എല്ലാവരും തീഷ്ണതയോടും കൂടി നിങ്ങളെ സാക്ഷിയായി നിങ്ങളതിനുവേണ്ടി കൊതിച്ച് ആഗ്രഹിച്ച് 10 മനുഷ്യരുടെ മുമ്പിൽ യേശുവിൻ്റെ ഒരു സാക്ഷിയായി മാറി അത് നിങ്ങളുടെ ഒരു ദൗത്യമായിട്ട് നിങ്ങളെ മനസ്സ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കർത്താവ് നിങ്ങളെ ഓൺ ചെയ്യണത് എവിടെ വെച്ചാണെന്നൊരു പിടിയുമില്ല, എല്ലായിടത്തും ആയിരിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യമുണ്ടായി, എൽസ സണ്ണിയുടെ സാക്ഷ്യം. എനിക്ക് ഇഷ്ടപ്പെട്ട സാക്ഷ്യങ്ങളൊന്നാണ്. എൽസ സണ്ണിയുടെ പ്രശ്നം വെച്ചാൽ എൽസ സണ്ണി ബികോം കരുത്തിയാണ്. അതെന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ബികോം കഴിഞ്ഞപ്പോഴാണ്, ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അവൾക്ക് തോന്നിയത് BSc മാസ്റ്റർ ഡിഗ്രി എടുക്കണത് MSc എടുക്കണമെന്ന്, നേഴ്സിംഗ് ഫീൽഡിലോട്ടൊന്ന് മാറണമെന്ന്. നടക്കുക, നിങ്ങൾക്കറിയാമല്ലോ നടക്കത്തില്ലെന്ന്. ഒരു ആർട്ട് സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ കൊമേഴ്സ് സ്റ്റുഡൻ്റ് എങ്ങനെയാണ് പെട്ടെന്ന് സയൻസ് സ്റ്റുഡൻ്റ് ആകണത്? ഇവൾക്കൊരു 10 ബികോം സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് ഈ ബികോമിനെ കുറിച്ച്, കാര്യം ബികോം എടുത്ത ആൾക്കാരാണല്ല ഒരു ഇടക്കാലം കൊണ്ട് ബികോംകാർക്ക് ഭയങ്കരമായ ഒരു പുകഴ്ച കിട്ടില്ല. അവരാണല്ല പിന്നെ CA MBA ഒക്കെ പോയിട്ട് പോയത്. CA കാര്യത്തിൻ്റെ സാക്ഷ്യമുണ്ട് ഈ ദിവസങ്ങളിൽ, അടിപൊളി സാക്ഷ്യം. അപ്പോൾ ഇവളുടെ പ്രശ്നം അതല്ല. ഇവളെ ബികോം കഴിഞ്ഞിട്ട് പിന്നീട് MCOMലേക്ക് MBA ഒക്കെ ഒന്നും പോകാൻ ഉദ്ദേശമില്ലാതെ അവൾക്ക് സയൻസിലേക്ക് ഒന്ന് കാലം മാറണം തോന്നി. പക്ഷേ ഇത് നിങ്ങൾക്ക് കേൾക്കണ പോലെ എനിക്കും പുതിയ കാര്യമാണ്. ഇതെങ്ങനെ സാധിക്കണത്? വി ഡോണ്ട് നോ. പക്ഷേ ഇവളുടെ അമ്മയോട് വന്ന് ഇവളോട് പറയും, എന്താ പറയണത്? എൽസ പറയും, എനിക്കൊന്ന് നേഴ്സിങ്ങിലേക്ക് മാറിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയും. അപ്പോഴോ അമ്മ 10ാം ക്ലാസ് വെച്ച് ഇവളോട് പറയണതാണ്, നിൻ്റെ ഫീൽഡ് നേഴ്സിംഗ് ആണ്, ഞങ്ങളോട് മാറിക്കൊള്ളാൻ പറയുമായിരുന്നു. പക്ഷെ അന്ന് അവൾക്ക് ഇഷ്ടമില്ലായിരുന്നു ആ ഫീൽഡ്. കാര്യം അത്ര കൊച്ചു ഫീൽഡ് അല്ലല്ലോ അത്. ഭയങ്കര കഷ്ടപ്പാടും നല്ല ക്ഷമയും നല്ല നൈറ്റും പിന്നെ രോഗവും പഴുപ്പും വേദനയും കാറലും വേണ്ടല്ല. നമ്മൾ തന്നെ ആശുപത്രിയിൽ പോയി ഒരാഴ്ച താമസിക്കാൻ മനസ്സിലാവും എഴുത്തുമാരാരാണെന്ന്. പ്രത്യേകിച്ച് രാത്രിയും പകലും വർക്ക് ചെയ്യുന്നവരും തിയേറ്ററിൽ നിൽക്കുന്നവരും എക്സ്റേ നിൽക്കുന്നവരും ICU നിൽക്കുന്നവരും കാലൊക്കെ ഇരിക്കണ ഇരിപ്പ് കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. മൊത്തം ഇങ്ങനെ AC നിൽക്കുകയല്ലേ, ചിലക്ക് AC അലർജി പോലും ആയിരിക്കും. അപ്പോഴിങ്ങനെ ഉള്ളത് കൊണ്ട് ഇവർക്ക് താല്പര്യമില്ലാഞ്ഞത്. പക്ഷേ ഈ ബികോം സെക്കൻഡ് ഇയർ ആയപ്പോൾ പുള്ളിക്കാരത്തേക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറഞ്ഞാൽ പക്ഷെ അത് നടക്കത്തില്ല. അമ്മയോട് വന്ന് പറയും, എനിക്ക് നേഴ്സിംഗ് എടുക്കണമെന്ന് പറയും. ഉടനെ അമ്മ വളരെ കൂളായിട്ട് പറയും, എന്താ പറയണത്, ഞാൻ 10ാം ക്ലാസ് പോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നീ നേഴ്സിംഗ് ഫീൽഡിലേക്ക് വരാൻ. അത് ഇപ്പോഴെങ്കിലും കർത്താവ് തോന്നിച്ചല്ല. അപ്പം നിങ്ങൾ ഓർക്കും അമ്മയ്ക്ക് ബോധമില്ലായിരിക്കും, ഇങ്ങനെയുള്ള ബികോം കാര്യത്തിന് നേഴ്സിങ്ങിന് പോകാൻ പറ്റത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്ന്. അങ്ങനെയൊന്നുമല്ല, അവർ പറയുന്നതിൻ്റെ കാര്യം കർത്താവിൻ്റെ മുമ്പിൽ അതിന് മാർഗമുണ്ടെന്ന്. വിശ്വാസി അങ്ങനെ വിശ്വസിക്കണത്, മനസ്സിലായ? വിശ്വാസി ബുദ്ധി കൊണ്ടല്ല വിശ്വസിക്കണത്, വിശ്വാസി ഹൃദയം കൊണ്ടാണ് വിശ്വസിക്കണത്. കൈ എടുത്ത് കർത്താവിനെ പേടി വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ നിരക്കാത്തത് ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എടുത്ത് കളയണം. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് നിങ്ങൾ പല വള്ളങ്ങളെ ചവിട്ടി നിൽക്കുന്നത് കൊണ്ടാണ്.
ശ്രദ്ധിക്കണേ. അത് കളയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ല, അതില്ലാതെ തന്നെ ഈശോ നിങ്ങളെ ശക്തിപ്പെടുത്തി നിർത്തണത്. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈശോ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് സാക്ഷ്യങ്ങളെക്കുറിച്ചാണ്. അതായത് സോഷ്യൽ ഓഡിറ്റിങ് പോലെ അച്ഛൻ പറഞ്ഞ് സ്പിരിച്വൽ ഓഡിറ്റിങ്, അതിലൊന്നാണ് ദൈവസ്നേഹം. നമ്മളിതെല്ലാം ചെയ്യണത് ദൈവസ്നേഹത്തിൻ്റെ ഇന്ധനം ഉപയോഗിച്ചാണ്. രണ്ടാമത് ഈശോ പറഞ്ഞത് വിശ്വാസത്തെ, വാട്ട് കപ്പാസിറ്റി യു ഹാവ് ടു ആസ്ക് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. അതായത് ഇത് നിങ്ങൾക്ക് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ആ ഒരു അസസ്മെൻറ്റിന് തയ്യാറാകാൻ പറയുകയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ അസസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം ഈശോ പറഞ്ഞത് സാക്ഷ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ അസസ്മെൻ്റ് വർദ്ധിക്കുന്നത് ഒരു കാര്യം സാക്ഷ്യമാണ്. സാക്ഷ്യം നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങളത് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നയാളാകും. ദൈവത്തിൻ്റെ സദ്വാർത്തകളും ദൈവത്തിൻ്റെ സാന്നിധ്യവും അത് മറ്റു ജനങ്ങളിലേക്ക് കൈമാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ യു വിൽ ക്ലെയിം ദ റിലേറ്റീവ് ഓൺ റിലേറ്റീവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഒരു സ്വന്തമായി മാറും. കാര്യം ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറുന്നതും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുമ്പോൾ നമ്മൾ പലരെയും, ഇപ്പം നിങ്ങൾ തന്നെയും പലരെയും അടിസ്ഥാനപ്പെടുത്തിയാൽ നിങ്ങൾ ജീവിക്കണം, അല്ലേ? അമ്മമാരാണ് മക്കളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജീവിക്കുക. എങ്ങനെയെങ്കിലും അതുങ്ങളെ ഒന്ന് പറക്കം മുറ്റിച്ചെടുക്കണം എന്നാണ് അമ്മമാർ കഷ്ടപ്പെട്ട് അവരെ പഠിപ്പിക്കുകയും ഉറക്കം നിൽക്കുകയും ചെയ്യണത്. ഇത് തന്നെ അപ്പന്മാരും കുടുംബം നോക്കാൻ വേണ്ടി. അപ്പോൾ ഒരു അടിസ്ഥാനമുണ്ട് എല്ലാത്തിനും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം ഉണ്ടാകണം. എന്താണ്? ദൈവത്തിന് അടിസ്ഥാനപ്പെടുത്തണം. നിങ്ങൾ ദൈവത്തിന് അടിസ്ഥാനപ്പെടുത്തും. ഒരു ദിവസം ദൈവത്തിന് വേണ്ടി, ദൈവത്തെ ഓർത്ത്, ദൈവമായിട്ടൊരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സാക്ഷ്യം വഹിച്ചിരിക്കണം. ഉടമ്പടി നിങ്ങൾ അതിന് ഭയങ്കരമായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ അടയാളം കിട്ടിക്കഴിഞ്ഞാൽ യു മസ്റ്റ് പാസ് ഇറ്റ്. അത് നിങ്ങളത് പാസ് ചെയ്യണം മറ്റുള്ളവരിലേക്ക്. അല്ല രഹസ്യം ചെയ്ത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളോട് തന്നെ പലരും പറഞ്ഞിരിക്കണത് മൗത്ത് ടു മൗത്തായിട്ടാണ് പറഞ്ഞിരിക്കണം, അല്ലേ? പത്രമൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട്. കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും അതിൻ്റെ 3 ഇരട്ടി പേരാണ് നാക്കുകൊണ്ട് മറ്റുള്ളവരോട് അമ്മയെക്കുറിച്ചും ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയണത്, അല്ലേ? അതെല്ലാം സാക്ഷ്യം തന്നെയാണ് അത് പറയണത്. പക്ഷെ നിങ്ങൾക്കറിയണം, അത് നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് പറയണമെന്ന് അറിയണം. ദൈവസ്നേഹത്തോടെയാണ് നിങ്ങളത് പറയണത്. ഒന്ന് മക്കളൊന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കർത്താവേ ഞാൻ ഒത്തിരി പേരോട് ഇതിന്റെ അടയാളങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നീ ഇപ്പോഴേ എനിക്ക് നൽകുന്ന ആലോചന അതൊക്കെയും ഞാൻ പറഞ്ഞതൊക്കെയും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി നിന്റെ സ്നേഹത്തിന്റെ സാക്ഷ്യ എന്ന നിലയില് കൈമാറാനാണ്. കർത്താവേ, ഒരു സാക്ഷിക്ക് ആവശ്യമായ ദൈവസ്നേഹത്താൽ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:4. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:4. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 ഹല്ലേലൂയ.
11:4 യേശു പറഞ്ഞു, യേശു പറഞ്ഞു, നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹന്നാനെ അറിയിക്കുക. സാക്ഷ്യം പറയാനാണ് ഈശോ പറയണത് അല്ലേ? ആരോട് പറയാനാണ് പറയണത്? യോഹന്നാനോട് പറയാനാണ്. ഏത് യോഹന്നാനാ? യോഹന്നാൻ മാംദാന, സ്നാപ യോഹന്നാനോട് പറയാനാണ് പറയണത്. എന്തിനാണ് സ്നാപകനോട് സാക്ഷ്യം പറയണത്? നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി ആരറിയിക്കണം? ലോകം മുഴുവൻ അറിയിക്കാനല്ല പറഞ്ഞത്. ആര് പറയാനാണ്? യോഹന്നാനെ അറിയിക്കാൻ. യോഹന്നാൻ ആരാ? യോഹന്നാൻ യേശുവിനെ കുറിച്ച് സംശയമുള്ള ആളാണ്. അതാണ് പ്രശ്നം. സംശയമുള്ളവർക്ക് മരുന്ന് സാക്ഷ്യമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതറിയണമെങ്കിൽ നിങ്ങൾ യോഹന്നാൻ്റെ മത്തായിയുടെ സുവിശേഷം 11:1 തൊട്ട് വായിച്ചേ. 11:1 തൊട്ട്. യേശു 12 ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിന് ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കാനും പ്രസംഗിക്കാനുമായി അവിടെ നിന്ന് പുറപ്പെട്ടു. യോഹന്നാൻ കാരാഗൃഹത്തിൽ വച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? അതാണ് പ്രശ്നം. പിടിയാ, യേശു തന്നെയാണോ വരാനിരിക്കുന്നവൻ രക്ഷകൻ, അതോ ഞങ്ങൾ വേറെ ആരെങ്കിലും? അത് സംശയമാണത്. അങ്ങയുടെ സംശയമാണ്, യേശുവിൽ സംശയമാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സംശയം വരാൻ കാരണമുണ്ട്. കാര്യം യോഹന്നാൻ പറഞ്ഞത് എന്താ? യേശുവിനെക്കുറിച്ച് വിശുമുറ അവൻ്റെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, വിശുമുറ. ശ്രദ്ധിക്കട്ടെ. മത്തായി 3:11 വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും. പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയുകയും ചെയ്യും. കെടാത്ത തീ വന്ന കണ്ടില്ലേ? അതെന്താ സംഭവം? പതിരെവിടെ കത്തിച്ച് കളയണത്? നമ്മളൊക്കെ പതിര് കത്തിച്ച് കളയണത് എവിടെയാണ്? കെടുന്ന തീയിലാണ്. ഇതെന്താ? പതിര് കത്തിച്ച് കളയണത് എവിടെയാണ്? കെടാത്ത തീയിലാണ്. കെടാത്ത തീ എന്താ? ടേക്ക് ദ ബെഡ് ഓഫ് റെഫറൻസ്. കെടാത്ത തീ. ശ്രദ്ധിക്കട്ടെ. മർക്കോസ് 9:48 പുഴു ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കെടാത്ത തീ. നമ്മൾ നേരത്തെ വായിച്ച മത്തായി 3-ാമത്തെ അധ്യായത്തിൽ കെടാത്ത തീ എന്താണ്? അതെന്താണ്? നരകമാണ്. മനസ്സിലായോ? അപ്പം പതിര് കെടാത്ത തീ ദഹിപ്പിച്ച് കളയുകയാണ്. ആരെയാണ് ഉദ്ദേശിക്കണത്? അതായത് ഇപ്പോൾ എന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സമൂഹത്തിൽ തിന്മപ്രവർത്തികൾ ചെയ്യുന്നവരെല്ലാവരും അവൻ വരുമ്പോൾ വിശുമുറം ഉണ്ടാവും, വീശിയിട്ട് പതിരും കതിരും തിരിക്കും, നല്ലവരെ കൂടെ ചേർത്തുകൊണ്ട് നടക്കും, കെട്ട ആൾക്കാരെ കത്തിച്ച് കളയും എന്നുള്ള ഒരു ഐഡിയയാണ് ഈശോയെക്കുറിച്ച് യോഹന്നാൻ ഉണ്ടായിരുന്നത്. യോഹന്നാൻ നോക്കുമ്പോൾ ഇപ്പം എന്താ, ചുങ്കക്കാരും വേശ്യകളുമൊക്കെ യേശുവിൻ്റെ കൂടെയുണ്ട്. അതാണ് പ്രശ്നം. പതിരെല്ലാം അകത്തും കതിര് പുറത്തുമായി. ഇതാ പുള്ളിക്കാരന് സംശയം തോന്നാൻ കാര്യം. നമുക്കും സംശയം പറഞ്ഞാൽ അങ്ങനെയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും അപകടങ്ങളും രോഗങ്ങളും സംഭവിക്കുന്നുണ്ട്, ഇല്ലേ? വിശ്വസിക്കാത്തവർക്ക് ചിലപ്പോൾ ഈ വിശ്വസിക്കുന്നവരൊക്കെ കൂടുതൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് സംശയം ഉണ്ടാവണത്. ഇവിടുത്തെ മെയിൻ സബ്ജക്റ്റ് എന്താണ്? എന്തിനാണ് ആൾക്കാർ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണത്? നമുക്ക് പൊല്ലാപ്പല്ലതും ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കൂടണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. സന്ധ്യപ്രാർത്ഥന വരെ ചെല്ലണ എന്തിനാണ്? നാളെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ നാട്ടിൽക്കൂടി നടക്കുമ്പോൾ വല്ല പട്ടിയും കയറി കടിക്കരുത്, ഇന്ന് പ്രാർത്ഥിക്കാതെ കിടന്നാൽ നാളെ പാമ്പ് കടിക്കും. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഭയങ്ങളാണ് ദൈവമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ, എല്ലാവരും അല്ല കേട്ടോ, ചില ആൾക്കാരെ മുട്ടിച്ച് നിർത്തണത്.
അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രഥമ ദൃഷ്ടിയെ കാണുന്നത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട്. അതാണ് ചില ആൾക്കാർ പറയണത്, ഞങ്ങളാരും പ്രാർത്ഥിക്കുക, ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ കേട്ടിരിക്കണം. ആരാണ്ട് ധ്യാന ഗുരുക്കന്മാരൊക്കെ പറഞ്ഞതാണ്. അത് നേരാണെന്ന് നമുക്കറിയത്തില്ല. ദൈവത്തോട് അടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും, ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഉള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കുരിശെടുത്തവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങളും കീഴടക്കുമെന്ന് കൈയിട്ടിച്ച് കർത്താവ് ഉത്ഥാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു, മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് യേശുവിൻ്റെ കൂടെ ആ പാപിനി ആ സ്ത്രീയൊക്കെ വെറുതെ വിട്ടില്ലേ? ഇല്ലേ? പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ വിട്ടില്ലേ? അപ്പോൾ ഈ പതിരെല്ലാം യേശുവിൻ്റെ കൂടെയായി. മത്തായി ശ്രീക ചുങ്കക്കാരനായിരുന്നു അല്ലേ, അയാളെ വിളിച്ച് കൂടെ ചേർത്തി. അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് യോഹന്നാൻ യാക്കോവും മറ്റേ ഈ മാന്താനായ ശിഷ്യന്മാരായിരുന്നല്ല, യാക്കോബും യോഹന്നാനും നമ്മുടെ ശിക്ഷകനായ യോഹന്നാനും യാക്കോബ് ശ്രീകായും യോഹന്നാൻ മാന്താനുള്ള ശിഷ്യന്മാരാണ്. അപ്പോൾ യോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴേ ഇവർ കാണാൻ ചെന്ന് കാണാം ഈ കക്ഷികൾ. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികളുടെ വായിൽ നിന്നാണ് മോശം വർത്താനമൊക്കെ വരണതേ. ആരുടെ? യോഹന്നാൻ്റെ വായിൽ നിന്ന്. യോഹന്നാൻ മാന്താനായി എന്നാണ് ഇവർ സുവിശേഷം പഠിച്ചത്. അത് ഇത്തിരി കടുത്ത സുവിശേഷമാണ്. അതുകൊണ്ടാണ് സമറിയക്കാരിയുടെ വഴിവിടാതിരുന്നപ്പോൾ അവർ പറഞ്ഞു, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സമറിയക്കാർ ഇവരെ വഴിവിടാ, യോഹന്നാനെയും യാക്കോബിനെയും വഴിവിടാതിരുന്നപ്പോൾ കർത്താവിൻ്റെ അടുത്ത് അവർ രക്ഷിച്ചിട്ട് പറയും, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന്. കാര്യം ഇവർ പഠിച്ചതിരിക്കണം അതാണ്. ഇവരുടെ ഗുരു എന്ന് പറയുന്നത് സ്നാപയോഹന്നാനാണ്. സ്നാപയോഹന്നാൻ പറഞ്ഞിരിക്കണത് പതിര് കത്തിച്ച് കളയണമെന്നാണ് പറഞ്ഞിരിക്കണത്. അപ്പോൾ ഇവന്മാർ പതിരാണ്, ഇവന്മാരെ കത്തിക്കാൻ ഇവരെ കത്തിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരാൻ പറയും. സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി. അപ്പോൾ ഈശോ പറയും, വാട്ട് സ്പിരിറ്റ് യു ഹാവ്, നിങ്ങൾക്ക് എന്ത് അരൂപിയാണുള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല. അപ്പോൾ മിക്കവാറും എൻ്റെ ഒരു കണക്കുകൂട്ടലേ, ഈ അണ്ണന്മാരായിരിക്കും പോയി ആ സ്നാപയോഹന്നാനോട് പറഞ്ഞത്, നീ പറഞ്ഞ പോലെ വീശപ്പുറം ഒന്നും ഒരു കുന്തോ അങ്ങയുടെ കയ്യിലില്ല, അങ്ങനെ പതിരൊക്കെ കൂടെ കൊണ്ട് നടക്കണം, വേസ്റ്റുകളുണ്ട്, ചുങ്കക്കാരും കൂടുതലുണ്ട്. അപ്പം ആപ്പടെ കൺഫ്യൂഷനാണെന്ന് പറഞ്ഞപ്പോൾ സ്നാപയോഹന്നാനും കൺഫ്യൂഷനായി യേശുവിലെ. അതാണ് സ്നാപയോഹന്നാൻ ചോദിക്കണത്, വരാനിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ നിൻ്റെ വീശുപുറമൊന്നും ഇല്ലല്ലോ, പതിരെല്ലാം നിൻ്റെ കൂടെ ഉണ്ട്, വേസ്റ്റുകൾ നിൻ്റെ കൂടെ ഉണ്ട്, ചുങ്കക്കാരൻ നിൻ്റെ കൂടെ ഉണ്ട്, നിൻ്റെ വിസ്മറമൊന്നും നിൻ്റെ കയ്യിലില്ല, പിന്നെ നീ എങ്ങനെയാണ് പതിര് കത്തിക്കണമില്ല, പതിരിനെ കൊണ്ടുനടക്കുകയാണ്, അപ്പോൾ കതിരിനെയൊക്കെ നീ പുറത്താക്കുകയാണ്, ഞങ്ങൾക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റും? അങ്ങനെ സ്നാപയോഹന്നാന് സംശയമായി. അങ്ങനെയാണ് ആ സംശയം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്ന ആൾക്കാരാരൊക്കെ ഈ യോഹന്നാൻ ശിഷ്യനും യാക്കോബ് ശ്രീകായും കൂടി ഉണ്ടാക്കിയതായിരിക്കും. കാര്യം അവരാണ് ഇവരുടെ ശിഷ്യൻ. ഇങ്ങനെയുടെ ശിഷ്യൻ റൈറ്റായിട്ടുള്ള ഡിസൈപ്പിൾസ് അവരാണ്. അവരെ ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിരിക്കണത്. അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയും വാത്സല്യവും സ്നേഹവും പാപികളോട് ചേർത്ത് പിടിക്കണം കണ്ടപ്പോൾ ആകപ്പാടെ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ഒക്കെ ഐസി അടിച്ചു പോയി. അങ്ങനെയാണ് ഇവർ പോയി കാരാഗൃഹത്തിൽ പോയി ജയിലിൽ പോയി കണ്ടിരിക്കുകയാണ്. സുവിശേഷത്തിലെ ഏറ്റവും ബെസ്റ്റ് ജയിൽ മിനിസ്ട്രിയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ സംഗതി പാരയായിപ്പോയി. കർത്താവിന് പാര വെക്കാൻ വേണ്ടി ജയിൽ മിനിസ്ട്രിയായി. എന്താ സംഭവിച്ചിരിക്കണേ? കർത്താവിന് യോഹന്നാന് സംശയം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ യോഹന്നാൻ ഉടനെ വേറെ 2 പേരെ വിട്ടിട്ട് യേശുവിനോട് ചോദിക്കും. എന്താ ചോദിക്കണത്? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, അതായത് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 11:2-3. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ? എൻ്റെ മക്കളെ, ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ഒരു മനുഷ്യൻ്റെ നിലപാട് തറയിലെ കാൽച്ചുവട്ടിൽ, ഒരു വിശ്വാസിയുടെ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർത്തിക്കളയുന്ന ഒരു അടിയൊഴുക്കെന്ന് പറയുന്നത് സംശയമാണ്. എന്താണ്? വേറെ ഒരു ആളെ ഞങ്ങളെ സമീപിക്കണമോ പ്രതീക്ഷിക്കണമോ? നിങ്ങളും ചെയ്യും. ഉടമ്പടി എടുത്തിട്ട് പിന്നെയും പോയി
വേറെ എവിടെയെങ്കിലും പോയി നൊവേന കൂടും. ദാറ്റ് മീൻസ് യു ആർ നോട്ട് ബിലീവിങ് ഉടമ്പടി. അതാണ് വിഷയം. നിങ്ങൾ തന്നെ ഉടമ്പടി എടുത്തിട്ട് കറങ്ങിടക്കണ കറക്രിസ്ത്യാനിയില്ലേ, അവൻ്റെ കാര്യം പോക്കായിരിക്കും. അവർ ഓരോരുത്തരും അവൻ ഗതികെട്ട പ്രേതം പോലെ അലഞ്ഞ് നടക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ ദൈവത്തോട് ഉടമ്പടി എടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലും ദൈവത്തിലും വിശ്വസിക്കാതെ അതിനേക്കാൾ വല്ലതും മെച്ചമായിട്ടുള്ള വേറെ വല്ലതും ഉണ്ടോ? ഇന്നാളൊരു മനുഷ്യൻ ഇവിടെ വന്ന് ചോദിച്ചു, ഉടമ്പടി വേറെ വല്ല പള്ളിയിലും ഉണ്ടാകുന്നു. ഇവിടെ നിറച്ച ആളാണ്, ഇവിടെ തിരക്കാണ്, ഇവിടെ 3 മണിക്കൂർ നിൽക്കണം, 2 മണിക്കൂർ നിൽക്കാൻ പറ്റിയ വല്ല സംവിധാനം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ക്രിസ്ത്യാനി അവന് എപ്പോഴും ലൂപ്പ് സംശയമായിരിക്കും. ഈ സംശയമെന്ന് പറയണത് എന്താണ്? അത് ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം. അത് നിങ്ങളുടെ കാഴ്ചപ്പെട്ടിൽ ഊർന്നു പോകുന്ന മണ്ണാണ് സംശയം. യോഹന്നാൻ സ്നാപകന് കർത്താവിനോട് സംശയം ഉണ്ടായി. സംശയമുള്ളവരെ അവിടെ കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്, ഒരു മരുന്നുണ്ട്. എന്താണ്? നിങ്ങൾക്ക് സംശയമില്ലേ, എന്നിലല്ലേ സംശയം. അതുകൊണ്ട് നിങ്ങളൊരു പണി ചെയ്യണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാനെ അറിയിക്കണം. എന്താണ് നിങ്ങൾ കാണുന്നത്? നിങ്ങൾ കാണുന്നത് എന്താണ്? അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. അന്ധന്മാർ കാഴ്ച, ഏറ്റു പറഞ്ഞ അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു. മുടന്തന്മാർ നടക്കുന്നു. കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു. ബധിരർ കേൾക്കുന്നു. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഇത്രയും കാര്യമാണ് നിങ്ങൾ സംശയമുള്ള ആൾക്കാർക്ക് സാക്ഷ്യം വഹിക്കേണ്ടത്. മനസ്സിലായ? നിങ്ങൾ ആരെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്? ആരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്? ഒരു ഉടമ്പടി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി. ഇപ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ ആൾക്കാരും ഉടമ്പടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി ആദ്യം നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ടാർഗറ്റ് ചെയ്യണത് സംശയമുള്ള ആൾക്കാർ, ദൈവത്തിൽ സംശയമുള്ളവരെയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പം തന്നെ അവൾ തനിയാ പറഞ്ഞില്ലേ, ഞാൻ പത്രം വാങ്ങിക്കാത്തവരുടെ മേൽ കെട്ടിയേൽപ്പിക്കും. എന്താണ്? അവനിതിന് വിശ്വാസമില്ല. അവനെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഇപ്പം എന്താ കാര്യം? ഇപ്പോഴേ ഈ അമ്മയില്ലേ, അവളുടെ ആരാണ്, എൽസി സണ്ണിയുടെ അമ്മയില്ലേ, അമ്മ എന്താ പറഞ്ഞത്? നീ ഇപ്പം ബികോം എന്ന് ചാടാൻ പോകുമല്ലേ മെഡിസിനിലേക്ക്, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. കാര്യം എന്താണ്? അപ്പോൾ ഇവൾ ഓർത്തത് ഇവളെ ശരിക്കും വഴക്ക് പറഞ്ഞ് മൂടിക്കുമെന്ന് വിചാരിച്ചത് അമ്മ. കാര്യം പണ്ടുപോലെ പറയണമല്ലേ അമ്മ ഒന്നും പറഞ്ഞില്ല. മകളെ, ഒരു കാര്യമുണ്ട്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെന്ത് ഇൻ്റലിജൻ്റ് ലേഡിയാണ്, നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബികോം സെക്കൻഡ് ഇയർ അല്ലേ, അത് പൂർത്തിയാക്ക്. അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ ഈശോയോട് വാങ്ങിച്ചു തരാം മെഡിസിൻ നിനക്ക്. അമ്മ എന്നാ അതായത് മക്കളെ വളർത്തുമ്പോൾ കുറഞ്ഞ പക്ഷേ ഇത്രയുമെങ്കിലും ആധ്യാത്മികത നിങ്ങളുടെ കയ്യിലുണ്ടാകണം, അല്ലെങ്കിൽ മക്കളെ വളർത്താൻ പറ്റത്തില്ല. നിങ്ങൾ മക്കളെ വളർത്തണം, എങ്ങനെയും പഠിപ്പിച്ച് വിദേശത്ത് വിട്ട് അവിടേക്ക് നിന്ന് ഡോളർ വാങ്ങിക്കാൻ വേണ്ടി മാത്രം മക്കളെ വളർത്തണം. അലക്കളത്തിൽ നിങ്ങൾ വളരെ ഇറച്ചിക്കൊഴി വളർത്തുകയാണല്ലത്. നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ദൈവത്തെ കൊടുക്കാൻ കഴിവ് നിങ്ങൾ പ്രാർത്ഥിക്കണം. അമ്മമാരും അപ്പന്മാരും പ്രാർത്ഥിക്കണം. കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ച കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ മക്കൾക്ക് നിന്നെ പകർന്നു കൊടുക്കാൻ എനിക്ക് ഇന്നു മുതലേ പ്രത്യേക അഭിഷേകം നൽകണം. പ്രത്യേക അഭിഷേകം നൽകണം. ശ്രുതികടെ ഹല്ലേലൂയ. എല്ലാ മാതാപിതാക്കളെയും അവരെ വിശ്വാസ കൈമാറ്റത്തിന്റെ ഉപകരണങ്ങളാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മൾ റെഡിയാണെന്ന് ദൈവത്തിന് തോന്നിയാൽ അവിടെ വെച്ച് തന്നെ അനക്കം തുടങ്ങും. ഇപ്പം ചില ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഇപ്പം ഈ പരീക്ഷയ്ക്ക് എഴുതാൻ വന്ന ആൾക്കാർ എന്നെ കാണാൻ പറ്റുമ്പോൾ അവർക്ക് ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് ചില ഗർഭിണികളായിരിക്കും, അവർക്ക് ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അവർ ഈ പരീക്ഷക്കാർ പോയാൽ അവർ പോകാൻ നിൽക്കും. അപ്പോൾ എൻ്റെ കൊച്ചിന് അനക്കമില്ല വെച്ചാൽ ഡോക്ടർ പറഞ്ഞ് കാലനങ്ങളില്ല, ബാക്കിയെല്ലാം അനങ്ങുന്നുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ വയറെ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ അനുഗ്രഹിച്ച് ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് വിടുവരാ. ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ
അതോടുകൂടി ഈശോരെ അനുഗ്രഹിക്കും. അതല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കും അനക്കമില്ലാത്ത കുറേ ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങളുടെ ആധ്യാത്മിക മേഖല അനക്കമില്ലാതിരിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശോ അനക്കമില്ലാതിരിക്കും. അനക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ അത് കർത്താവിന് കൈമാറാൻ തോന്നിപ്പോവും. ആദ്യം മക്കൾക്ക് കൈമാറണം. അപ്പം നിങ്ങൾക്ക് മക്കൾക്ക് കൈമാറാൻ പറ്റത്തില്ല. അമ്മ വലിയ ഭേദപാഠമൊന്നും പറയണ്ട. അമ്മ ഇന്നലെ വരെ ഞങ്ങളോട് എങ്ങനെ പെരുമാറിയെന്നും നാട്ടുകാരോട് എങ്ങനെ പെരുമാറുമെന്ന് എനിക്കറിയാം, എൻ്റെ അമ്മ ഭേദപാഠം പഠിപ്പിക്കേണ്ടതെന്ന് മകൾ തിരിച്ചടിക്കും. പക്ഷേ നിങ്ങൾ മനസ്സ് വടിയരുത്. കാരണം എല്ലാ മനുഷ്യർക്കും അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാവും. ദൈവം അത് കണക്കിലെടുക്കത്തില്ല. എല്ലാ മനുഷ്യരും, അപ്പനായാലും അമ്മയായാലും അപ്പനായാലും അജ്ഞതയുടെ ഒരു കാലഘട്ടം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. അപ്പോൾ മക്കൾ നിങ്ങൾ അപ്പനൊക്കെ ഇന്നലെ ഇങ്ങനെയാണ്, അപ്പൻ ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റേണ്ട, അമ്മ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റേണ്ടെന്ന് മക്കൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം. എല്ലാ മനുഷ്യർക്കും അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് പറഞ്ഞിരിക്കണത്? 17:30 അല്ലേ? എന്താ പറഞ്ഞിരിക്കണത്? അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:30. അപ്പോസ്തല പ്രവർത്തനം 17:30. അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകും അജ്ഞതയുടെ ഒരു കാലഘട്ടം. ചിലപ്പോൾ നിങ്ങൾ 65-ാമത്തെ വയസ്സിലായിരിക്കും ചിലപ്പോൾ അജ്ഞതയുടെ കാലഘട്ടം അവസാനിക്കണത്, എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയിട്ട്. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്, ദൈവമേ ഒരു 10 ദിവസം മുമ്പ് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിലെന്ന്. അപ്പം നിങ്ങൾ കണ്ണീരിടും. അതാണ് നിങ്ങളുടെ പശ്ചാത്താപം. ഒരു 10 ദിവസം മുമ്പ് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും ദൈവത്തിന് വേണ്ടി ജീവിക്കാമായിരുന്നല്ലോ. അപ്പം മക്കളോട് നിങ്ങൾ തിരിച്ചു പറയണം, എൻ്റെ മകനെ, എൻ്റെ മകളെ, ബൈബിൾ പോലും പറയുന്നുണ്ട് ഞങ്ങളെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒക്കെ. അജ്ഞതയുടെ ഒരു കാലഘട്ടം നിനക്കും ഉണ്ടാവും, എനിക്കും ഉണ്ടാവും. പക്ഷേ എൻ്റെ ദൈവം, നിൻ്റെ ദൈവം അത് കണക്കിലെടുക്കത്തില്ല. ഇപ്പോൾ നീ പശ്ചാത്താപിച്ചാൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ ആ ദൈവം നിന്നെയും അനുഗ്രഹിക്കും. അപ്പം അടയാളങ്ങൾ കൈമാറുമ്പോഴാണ് ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത്. അടയാളങ്ങൾ കൈമാറുമ്പോൾ അടയാളം കാണുമ്പോഴും മനുഷ്യർക്ക് പശ്ചാത്താപം ഉണ്ടാകും. നിങ്ങൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പലരും ജീവിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടാണ്. പത്രോസ് തന്നെ സമർത്ഥമായ മത്സ്യവിള കാണുമ്പോഴേ എന്താ പറയണത്? കർത്താവേ, ഞാൻ പാപിയാണെന്ന് പറയണത്. അത്രയും നാൾ ആ മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? വള്ളം നിറച്ച് മീൻ കണ്ടപ്പോഴല്ലേ പറഞ്ഞത്? 8:9. എനിക്ക് തോന്നുന്നത് ലുക്കാൻ്റെ സുവിശേഷം 5:7-8. 5-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ മറ്റു വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അനുഗ്രഹം കാണുമ്പോൾ പശ്ചാത്താപം ഉണ്ടാവും. നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട പശ്ചാത്താപമാണ്. എന്താണ്? കർത്താവ് അകന്നു പോകണമെന്ന് പറയുന്നതല്ല, പാപത്തിൽ നിന്നെ അകത്തിക്കളയണമെന്ന്. കർത്താവ് അകന്നു പോകത്തില്ല. നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ നാളെ നിങ്ങൾ കുറച്ചുകൂടി വിശുദ്ധരായിട്ട് ജീവിക്കണം. പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, എനിക്കൊരു അടയാളം കിട്ടുമ്പോൾ ഞാൻ കുറച്ചുകൂടി വിശുദ്ധിയോടെ ജീവിക്കുവാൻ എന്ന് അങ്ങയുടെ തിരുസന്നിധി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എനിക്ക് അടയാളം നൽകി എന്നെ പശ്ചാത്താപത്തിലേക്ക് നയിക്കണമേ.